വളരെ സന്തോഷം ഈ ഒരു സായാഹ്നത്തിൽ ഇന്ത്യക്ക് അഭിമാനമായ ഏറ്റവും വലിയ സ്റ്റേറ്റ് RCM ബിസിനസ്സിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വലിയ വലിയ നേട്ടങ്ങൾ ആനിവേഴ്സറിയിലൊക്കെ കൈവരിച്ച ഒരു സംസ്ഥാനത്തിന്റെ ഈ ഒരു ഇൻഡസ്ട്രിക്കും RCMനൊക്കെ വലിയ മാതൃകയായ കേരള ടീമിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സൂം പ്രോഗ്രാമിൽ ഈ ഒരു വൈകുന്നേരം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെയധികം ആവേശകരമായ ഗുണകരമായ ഒരു പ്രോഗ്രാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ എന്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ശീലങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വിജയിച്ച ആളുകളെയൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി വരെ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാത്ത ആളുകളുടെ ജീവിതത്തിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇതിൽ പ്രത്യേകിച്ചും ഇന്ന് RCMൽ സക്സസ്ഫുൾ ആവണമെന്ന് വളരെയധികം ആവേശത്തോടു കൂടി ആഗ്രഹിക്കുന്ന വലിയ ലീഡർഷിപ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സമ്മാനം തന്നെയാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തരാൻ പോകുന്നത്. അതൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും. എന്റെ കഴിഞ്ഞ 10-18 വർഷത്തെ ഈ ഒരു യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം, നമ്മുടെയൊക്കെ ഒരു യുവത്വം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ RCMന്റെ ഈ ഒരു യാത്രയിൽ നമ്മൾ സമർപ്പിച്ചു. അതിന് 10 മടങ്ങായിട്ട് RCM നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളത് അതിലും വലിയ സന്തോഷമാണ്. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് വലിയ കഴിവൊന്നും തെളിയിച്ച ഒരു വിദ്യാർത്ഥിയൊന്നുമല്ല. ഒരു സാധാരണമായ സാഹചര്യത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. പക്ഷെ RCM എന്റെ പാഷനെ എനിക്ക് തിരിച്ചറിയാൻ, പാഷൻ ജീവിതത്തിലെ യഥാർത്ഥ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, അത് അതിലേക്ക് എത്തിയ സമയത്ത് എക്സലന്റ് ആയിട്ട് ആവേശത്തോടെ രാവില്ല പകലില്ല സമയം നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെ അധ്യാപകർ വരെ എന്റെ മുമ്പിൽ വന്നിരുന്ന് മനസ്സിലാക്കുന്ന ലെവലിലേക്കുള്ള പല കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പാഷൻ മനസ്സിലാക്കിയത് മുതൽ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായ ഒരു കാര്യം. ഇന്ന് നമ്മളെല്ലാവരും, എനിക്കറിയാം, ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകളും ഇത് മുന്നോട്ട് കേൾക്കാൻ പോകുന്ന ആളുകളെല്ലാം വളരെ പ്രതീക്ഷയുള്ള ആളുകളാണ്, വളരെ സ്വപ്നങ്ങളുള്ള ആളുകളാണ്. ഒരുപക്ഷെ നമ്മൾ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു SSLC ഒക്കെ കഴിയുന്നതോടുകൂടി നമ്മുടെ പല സ്വപ്നങ്ങളും എന്താ പറയാ കരിഞ്ഞു പോകുമെന്ന് പറയാറുണ്ട്. ഡോക്ടർ ആവാൻ പറ്റില്ല, പൈലറ്റ് ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പലതും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറുണ്ട്. പക്ഷേ RCMല് ഇന്ന് എനിക്കറിയാം ഈ പ്രോഗ്രാമിൽ പല പല പ്രൊഫഷനിലുള്ള ആളുകൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഗവൺമെന്റ് ജോലിയൊക്കെ നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ജോലിയൊക്കെ രാജിവെച്ച് ഈ RCMനെ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത ആളുകളുണ്ട്. ഡോക്ടേഴ്സ്, പല പല ആളുകളും പല പല ജോലികളിൽ ലക്ഷക്കണക്കിന് രൂപ സാലറി കിട്ടുന്ന ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഈ RCMലോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ ലെവലിലേക്ക് ആളുകൾ വിഷൻ ചെയ്യുന്ന, ഫ്യൂച്ചർ കാണുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ഇന്നത്തെ. എന്റെ ഒരു പ്രസന്റേഷനകത്ത് നിലവിൽ നടക്കുന്ന മാർക്കറ്റിംഗ് രംഗത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഡയറക്ട് സെല്ലിംഗിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ്സിൽ ഫ്യൂച്ചർ എന്തായിരിക്കും, എന്റെ ഒരു വിഷൻ, RCMനെ കുറിച്ചുള്ള ഒരു ഫ്യൂച്ചർ വിഷൻ. ഇന്ന് AI കാലഘട്ടം കൂടി ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷനൊക്കെ പറഞ്ഞു കൊടുത്താൽ കൃത്യമായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു നല്ല സന്തോഷവും കൂടിയാണ് നമുക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ പ്രോഗ്രാമിൽ ഫ്യൂച്ചറിലേക്ക് വലിയ വിഷൻ കാണുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ വലിയ സ്വപ്നം കാണുന്ന ആളുകൾക്കൊക്കെ വലിയ നേട്ടം ഉണ്ടാവുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാനൊരു PPT ഷെയറിംഗ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി കൃത്യമായ പിക്ചറോട് കൂടി തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു പവർ പോയിന്റ് ഷെയറിംഗ് വരുന്നുണ്ട്. സോ സാറേ, വ്യക്തമാണോ സ്ക്രീൻ? ഓക്കെ, ക്ലിയർ. അപ്പം എന്റെ വിജയ വഴി, മൈ പാത്ത് ടു സക്സസ്, ഇന്ന് ഒരു ബ്രാൻഡ് ന്യൂ റൈസിംഗ് കോർ ലീഡർ ആൻഡ് റൂബി എന്നൊക്കെ പറയുന്ന സമയത്ത് എണ്ണം പറഞ്ഞ ഒരു അച്ചീവ്മെന്റാ. എനിക്ക് അതിന്റെ പ്രൗഡ് ഉണ്ട്, അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഇന്ന് കോർ ടീമിലേക്ക്
കയറാൻ കഴിഞ്ഞു. അടുത്ത മാസം 2-ാം തീയതി ഡൽഹിയിൽ മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ ഇൻവിറ്റേഷൻ കിട്ടി. പോകാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് റിസർവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു വിജയിച്ച് നിൽക്കുന്ന ഒരവസരത്തിൽ നമ്മൾക്ക് നമ്മളുടെ പ്രോഗ്രാമിനെ പറ്റി ഏറ്റവും സന്തോഷം ഉണ്ടാവും. ഏറ്റവും നല്ല വാക്കുകൾ, ഏറ്റവും മികച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുക. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഈ ഒരു ഇന്നൊരു സക്സസിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ കൂടി ആളുകൾ പലപ്പോഴും വിചാരിക്കാറുള്ളത് ഒരു വിജയം എന്ന് പറയുന്നത് ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ആ, പ്രത്യേകമായ ഒരു സാഹചര്യത്തിലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ലക്ക് കൊണ്ട് എന്നൊക്കെ പലപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലക്ക് കൊണ്ട് വിജയിച്ച ആളുകള്, നിധി കിട്ടി വിജയിച്ച ആളുകള്, പരമ്പരാഗതമായി വിജയിച്ച ആളുകൾ, അങ്ങനെയൊക്കെ ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ സെൽഫ് മെയ്ഡ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ് 85% ആളുകൾ. സ്വയം പ്രയത്നം കൊണ്ട് നല്ലൊരു അവസരത്തിൽ മുറുകെ പിടിച്ച് സ്വയം പ്രയത്നം കൊണ്ട് വിജയിച്ച ആളുകളാണ് ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള 85% ആളുകൾ. നിധി കിട്ടി അല്ലെങ്കിൽ ലോട്ടറി അടിച്ചു പരമ്പരാഗതമായി കിട്ടി എന്നൊക്കെ പറയുന്നതൊന്നും പലപ്പോഴും രണ്ടാം തലമുറയ്ക്കോ അല്ലെങ്കിൽ അത് കിട്ടിയ ആളുകൾക്കോ സംരക്ഷിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അതിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. കോഴിക്കോട് ജില്ലയിലെ കക്കാടംപൊയിൽ എന്ന് പറയുന്ന കക്കാടംപൊയിൽ റിസോർട്ട്സ് എന്നൊക്കെയാണ് നിങ്ങൾ അവിടെ കാണുന്നതെങ്കിൽ അത് ഇന്നുണ്ടായ ഒരു ചിത്രമാണ്. ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് 10-18 വർഷം മുമ്പാണ് RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ എന്റെ തുടക്കം കുറിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ട് അന്നത്തെ ഞാൻ RCMൽ ജോയിൻ ചെയ്യുന്ന 10-18 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോടേക്കൊക്കെ 55 കിലോമീറ്ററോളം യാത്ര ചെയ്തു വരിക, അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്ററോളമുള്ള ഹെയർ പിൻ വളവുകളൊക്കെ ഇറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടാറിങ് ഇല്ലാത്ത ഹൈ ഗിയർ അല്ലെങ്കിൽ 4 വീൽ ഒക്കെ പറയുന്ന വണ്ടികൾ മാത്രമുള്ള ഇന്നങ്ങനത്തെ വണ്ടിയൊന്നും നമുക്ക് കാണാനില്ല. എന്റെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ എന്റെ ക്ലാസ്മേറ്റ്സിന്റെ ഒക്കെ സ്വപ്നം എന്ന് പറയുന്നത് ആ 4 വീൽ വണ്ടീന്റെ ഡ്രൈവർ ആവുക എന്നുള്ള. കാരണം ഇതൊരു ഭയങ്കര ഹീറോ ആണ്. കാരണം അതിന്റെ ഗിയറൊക്കെ മാറ്റുക എന്നൊക്കെ പറയുന്നതും അതിന്റെ ഡ്രൈവർ ആവുക എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ക്ലാസ്മേറ്റ്സിന്റെ SSLC ഒക്കെ പഠിക്കുന്ന സമയത്തുള്ള സ്വപ്നം. പക്ഷെ അവിടുന്ന് ജീവിതത്തിൽ എന്റെ ഉന്നത പഠനത്തിന് വേണ്ടി ഞാൻ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലേക്കും ഒക്കെ മാറേണ്ടി വന്നു. മാറി ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം. അതിനകത്തൊരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉള്ള ഒരു പയ്യനുണ്ട്. അത് ഈ ഇരിക്കുന്ന ഞാൻ തന്നെയാണ്. അപ്പൊ അമ്മ, അച്ഛൻ, സിസ്റ്റർ, ഇങ്ങനെ ഒരു കുടുംബമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അച്ഛന്റെ ഒരു ബിസിനസ്സിലുണ്ടായിരുന്ന ട്രഡീഷണൽ ബിസിനസ്സിലുണ്ടായിരുന്ന ഒരു തകർച്ച കൊണ്ട് കാർഷിക മേഖലയിലേക്ക് കുറച്ചും കൂടി സ്ഥലമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കക്കാടംപൊയിലേക്ക് അന്ന് കുടിയേറി പാർത്തു എന്നാ പറയുക. കുടിയേറ്റമായിരുന്നു. അപ്പോ അങ്ങനെ വന്നൊരു സാഹചര്യത്തിലാണ് RCM എന്റെ കയ്യിലേക്ക് വരുന്നത്. RCMല് എനിക്ക് 3 സ്റ്റേജസ് ഉണ്ട്. അതിന്റെ ചിത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സ്മോൾ അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കുന്ന ഒരു ഫേസ് ആണ്. RCMലേക്ക് വന്നു. അപ്പൊ എന്റെ നാട്ടിൽ നിന്ന് 50 ഏക്കർ സ്ഥലത്ത് 10 ഏക്കർ സ്ഥലത്തൊക്കെ ഒരു വീട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അന്നത്തെ പ്രവർത്തനങ്ങൾ കുറച്ച് റിസ്ക് ആയിരുന്നു. ആ ഒരു മലയോര ഗ്രാമത്തിൽ മാർക്കറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആളുകളോട് പറയാണ് ടൂത്ത് പേസ്റ്റ് എടുക്കൂ, ചായ കുടിക്കൂ, അല്ലെങ്കിൽ ഇത് ഡയറക്ട് സെല്ലിംഗ് ആണ്, ഇത് 50 കിലോമീറ്റർ ദൂരത്ത് പോയി ജോയിൻ ചെയ്താൽ വാങ്ങണം എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരു ഭ്രാന്തിന്റെയും ബിസിനസ് ആയിരുന്നു അന്ന്. ഭ്രാന്തിന്റെയും ബിസിനസ് ആയിരുന്നു നാട്ടുകാരുടെ മുമ്പിൽ. എന്നാലും നമ്മളുടെ ആഗ്രഹങ്ങൾ വലുതായിരുന്നു. നമ്മൾ ഇറങ്ങി നാട് വിട്ടു. ഇവിടെ നടക്കില്ല എന്ന് തോന്നി പേരാമ്പ്രയിലൊക്കെ പോയി താമസിച്ചു. 2-3 മാസമൊക്കെ ഒരു വീട്ടിലൊക്കെ ഒരു റൂമിലൊക്കെ താമസിച്ച് ടീം ബിൽഡ് ചെയ്തു. വയനാട്ടിലേക്കും കണ്ണൂരിലേക്കൊക്കെ ടീം ആയ സമയത്ത് ആദ്യത്തെ എന്റെ ഒരു സ്മോൾ അച്ചീവ്മെന്റ് ഫേസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 50,000 40,000 50,000 രൂപ, ഒരു 40,000 രൂപയ്ക്ക് അടുത്തൊക്കെ വരുമാനം കിട്ടിക്കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ കേരള സർക്കാരിനും പ്രത്യേകിച്ചും സർക്കാരുകൾക്കൊക്കെ ഒരു ആകാംക്ഷ. ഡയറക്ട് സെല്ലിങ്ങിന്റെ നെല്ലും പതിരും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. റിച്ച് ക്യുക്ക് സ്കീംസുകളും മണി ചെയിനുകളും ഒക്കെ ധാരാളം വ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാ കമ്പനികളെ പറ്റിയും പഠിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്ക് കാലഘട്ടത്തിലാണ് എന്റെ സെക്കൻഡ് ഫേസ് ഒരു ഡയറക്ട് സെല്ലിംഗ് ഫൈറ്റർ. അപ്പൊ ആ കാലഘട്ടത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെ പഠിപ്പിക്കാൻ വേണ്ടി സാധാരണ വ്യവസായങ്ങളിലൊക്കെ അതിനകത്തുള്ള തൊഴിലാളികളൊക്കെ സംഘടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ കമ്പനികളിൽ നിന്ന് കൂടുതൽ അവകാശങ്ങൾ കിട്ടാനും ശമ്പളം കൂടുതൽ കിട്ടാൻ ബോണസ് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് സംഘടിച്ചെങ്കിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ
തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു ഏടായിരുന്നു ആ ഒരു കാലഘട്ടം. 2012, 11, 12, 13 കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിങ്ങിലുള്ള ആളുകൾ ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിനെ തിരിച്ചു തരൂ, ഞങ്ങൾക്ക് ഞങ്ങളെ കമ്പനിയെ തിരിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംഘടിച്ച ഒരു കാലഘട്ടമായിരുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് പഴയ ഒരു RCM ബസാറിന്റെ മുകളിൽ വെച്ചിട്ട് സഫേർ സിയാർ മുർസാർ, അന്നത്തെ സുജി സാറ്, പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാം ഒത്തുകൂടിയ സമയത്ത് ഞാൻ ഈ ഗ്രാമീണ മേഖലയിൽ നിന്ന് വന്നതുകൊണ്ടും ഞാൻ RCMൽ വരുന്ന സമയത്ത് എന്നെ സ്പോൺസർ ചെയ്ത സന്തോഷ് സാർ എന്നെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തനവും ക്ലബിന്റെ ഒക്കെ സെക്രട്ടറി. അപ്പം മണ്ണായിട്ടും ഭൂമിയായിട്ടൊക്കെ നല്ല ബന്ധം ജനങ്ങളായിട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം എന്താ പറയാ SLCയും ഗുസ്തി എന്നൊക്കെ പറഞ്ഞ പോലെ നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ പരിചയമുള്ളത് അന്ന് ഈ പൊളിറ്റീഷ്യൻസിനെയും ഭരണാധികാരികളൊക്കെ ഈ ഒരു ഇൻഡസ്ട്രി ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്ന് ചീഫ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു പദവിയിൽ വെച്ചു. ഈ പ്രോഗ്രാം ഏറ്റവും നല്ല രീതിയിൽ ഇതിന്റെ പ്രോഗ്രാം ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ചേരി റഷീദ് സാറ്, മലപ്പുറത്തുള്ള സമുദുബായി, ഞങ്ങളൊക്കെ അന്നത്തെ ഭരണകക്ഷി ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയൊക്കെ ആയ കാലഘട്ടമാണ്. ഞങ്ങള് പെരിന്തൽമണ്ണ ഒരു സദാശിവം സാറിനെ കാണാൻ പോകുന്നു, മുഖ്യമന്ത്രിനെ കാണാൻ പോകുന്നു. അന്നത്തെ ഒരു MBA ചാലക്കുടി പോയി കണ്ട സമയത്ത് ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. അദ്ദേഹം എന്നെ പറയാത്തൊന്നുമില്ല, ഞാൻ കരഞ്ഞിറങ്ങി വന്ന്. പിന്നീടാണ് അറിഞ്ഞത് BP-യുടെ ഗുളിക കുടിക്കാത്തതുകൊണ്ടായിരുന്നു അന്നത്തെ MPയുടെ പ്രശ്നം എന്നുള്ളത്. അദ്ദേഹം ഗുളിക കുടിക്കാൻ പറഞ്ഞൊരു ദിവസമായിരുന്നു ഞങ്ങള് കാണാൻ പോയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കോടികളുള്ള കമ്പനിയല്ലേ, ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് മെനക്കെടുന്നതെന്ന് ചോദിച്ചൊരു കാലഘട്ടം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് സംഘടിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുകൾ വന്നു. ഞാൻ ഇന്നും സംസ്ഥാന തലത്തിൽ ഡയറക്ട് സെല്ലിംഗ് യൂണിയന്റെ അകത്ത് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം നല്ല കാലം വന്നു എന്നുള്ളത് ശരി തന്നെയാണെങ്കിലും വന്ന വഴികളൊന്നും മറന്നിട്ടല്ല നമ്മൾ ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഫൈറ്റർ ആയ ഒരു കാലഘട്ടം. മൂന്നാമത്തെ ഒരു സ്റ്റേജ് ആണ് സിഗ്നിഫിക്കന്റ് ആൻഡ് സക്സസ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അഭിമാനത്തോടു കൂടി ഈ ഒരു കൂട്ടായ്മയോട് പറയാനുള്ളത്, ഏതൊരു മന്ത്രിന്റെ മുമ്പിലും മുഖ്യമന്ത്രിയുടെ മുമ്പിലും ഒക്കെ RCMന്റെ ഉൽപ്പന്നങ്ങൾ എടുത്തു വെച്ചപ്പോൾ ഇത് ചെയ്യുന്നതിനെന്താണ് കുഴപ്പം? ഇന്ന് സജീവമായിട്ട് ഏതൊക്കെ MLM പ്രവർത്തിക്കുന്നുണ്ടോ, എനിക്ക് എല്ലാ MLM-കാരും അഭിമാനത്തോടെ, ഞാൻ ഇന്ന് 10-45 കമ്പനികളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന RCM അല്ലാത്ത അവരൊക്കെ പറയുന്നത് RCMന്റെ പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ടാണ് നിയമം ഉണ്ടായത്. നമുക്ക് കൈയടിക്കാം, വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് കൈയടിക്കാം, RCM പ്രവർത്തനം അഭിമാനത്തോടെ കൈയടിക്കുക. കാരണം RCMന്റെ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഇതാണ് ജെന്യൂൻ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ലീഗാലിറ്റി കൊണ്ടുവന്നത്. എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനിന്റെയും ലീഡേഴ്സ് ഇന്ന് കേരളത്തിൽ അംഗീകരിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് വന്നു കഴിഞ്ഞു. മോണിറ്ററിംഗ് മെക്കാനിസം വന്നു, ഓൺലൈൻ പോർട്ടൽ വന്നു, ഈ ഇൻഡസ്ട്രിക്ക് ഒത്തിരി ലീഗാലിറ്റികളും കാര്യങ്ങളും എല്ലാം വന്ന് ഏറ്റവും അഭിമാനകരമായ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം മൂന്നാമത്തെ ഒരു ഫേസ് ആണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫേസ്. അതൊരു സക്സസിന്റെ ഫേസ് ആണ്, വലിയ വളർച്ചയുടെ ഫേസ് ആണ്, കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ഒരു ഫേസ് ആണ്. ആ ഒരു ഫേസിൽ നിങ്ങളുടെ മുമ്പിൽ അപ്പം എന്നെ ഇന്ന് കേൾക്കുന്ന 1000-നടുത്ത ആളുകളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. എന്നെ ഇന്ന് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്നാമത്തെ ഫേസ് അവർക്കില്ല, രണ്ടാമത്തെ ഫേസ് അവർക്കില്ല, മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഒരു ഹൈവേ പോലെ തെളിഞ്ഞു കിടക്കുന്ന ഡയറക്ട് സെല്ലിങ്ങിന്റെ മേഖലയിൽ RCMൽ നിന്ന് തുടക്കം കുറിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞങ്ങളൊക്കെ തീയിലും കല്ലിലും മുള്ളിലും ചവിട്ടിയ പാതകളിലൂടെ വന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മളൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെയൊക്കെ പ്രയാസമൊക്കെ അനുഭവിച്ച ആളുകളാണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. ഡൽഹിയിലൊക്കെ പോയി സമരം ചെയ്ത ആളുകളുണ്ട്. RCMന്റെ പേരില് ഉപവാസങ്ങള്, ധർണകള് പലതും കിടന്നിട്ടുണ്ട്. ഇന്ന് മൂർത്തി സാറിനൊക്കെ കോഴിക്കോടേക്കൊക്കെ ഞാൻ വിളിച്ചു വരുത്തി, കലക്ടറേറ്റിൽ സാറേ വരണം, ഞാൻ വരണം. ആ ഫോട്ടോ ഒക്കെ ഇന്നുണ്ട്. കോഴിക്കോട് കലക്ടറേറ്റിൽ നമ്മൾ ധർണ, നിയമസഭാ മാർച്ചുകൾ ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഓർക്കുന്ന പോലെ ഡയറക്ട് സെല്ലിംഗ് ഫൈറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഇന്നിവിടെ ഉണ്ട്. ആ ഒരു അതൊക്കെ വലിയ സന്തോഷമാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളുടെ ഒരു യാത്രകൾ തുടങ്ങുന്നത്. എനിക്ക് ഇവിടുന്ന് മൂന്നാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ഞാൻ, ഇന്ന് റൂബി ആയിട്ട് നിൽക്കുന്ന ഒരു എന്റെ വിജയത്തിലേക്കുള്ള കാര്യങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രസന്റേഷൻ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈഡ് നിങ്ങൾ നോക്കൂ. ദാരിദ്ര്യത്തിന്റെ ചിപ്പിൽ നിന്നും സമ്പന്നതയുടെ ചിപ്പിലേക്ക് മാറിയൊരു വ്യക്തിയാണ് ഞാൻ. നമ്മളൊക്കെ ജനിച്ചു വീഴുമ്പോ നമ്മുടെ തലയിൽ ഒരു ചിപ്പ് ഉണ്ട്. നീ പാവപ്പെട്ടവൻ, ദരിദ്രൻ, പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു, നിന്റെ പ്രദേശം ഇതാണ്, നിനക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, നിന്റെ അച്ഛനും അമ്മയും കൃഷിക്കാരാണ്, അല്ലെങ്കിൽ നിനക്ക് ഇത്രയേ പറ്റുള്ളൂ,
നീ ഒരു ഇന്ന ദേശക്കാരനാണ്, നീ കേരളക്കാരനാണ്, നീ ഇന്ത്യക്കാരനാണ് എന്നൊക്കെയുള്ള ഒരു ചിപ്പ് നമ്മുടെ തലയിലുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ആവാൻ പറ്റും എന്നുള്ള ഒരു ദാരിദ്ര്യത്തിന്റെ ചിപ്പ് നമ്മുടെ ഉള്ളിൽ ചെറുപ്പത്തിലെ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ടും പറയുന്നുണ്ട് 5 ലക്ഷത്തോളം നോ കേൾക്കൂന്നാ പറയാ. മകനെ നടക്കരുത്, കയറരുത്, ഇരിക്കരുത്, പിടിക്കരുത്, ഓടരുത്, അരുത്, 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 അരുത്. അപ്പം അതെല്ലാം കേട്ട് ഒന്നും ചെയ്യാം. പിന്നീട് നാളെ ഒരു ബിസിനസ് പ്ലാൻ പറയുമ്പം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. ഓൾറെഡി ഇത്രയും നോ കേട്ടിട്ടാണ് ഒരു കുട്ടി വളർന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ടും ഇതെല്ലാം കൊണ്ടും ഒരു ദാരിദ്ര്യത്തിന്റെ ചിപ്പ് നമ്മുടെ തലയിലുണ്ട്. അവിടുന്ന് സമ്പന്നതയുടെ ഒരു ചിപ്പിലേക്ക് മാറണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ എന്റെ കോളേജിനപ്പുറത്തേക്ക് എന്റെ എല്ലാ അക്കാഡമിക് പഠനക്ക് അപ്പുറത്തേക്ക് മറ്റു ചില യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പറ്റി. അതാണ് ചില ട്രെയിനിങ് ഹാള്, മീറ്റിംഗ് ഹാള്, ഡയറക്ട് സെല്ലിങ്ങിന്റെ മീറ്റിങ്ങുകളൊക്കെ. ആ മീറ്റിങ്ങുകളിലൊക്കെ പോയ സമയത്ത് നീ ഏത് സാഹചര്യത്തിൽ ജനിച്ച വ്യക്തിയായാലും കുഴപ്പമില്ല, നിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, സ്വപ്നം ഉണ്ടെങ്കിൽ, നിനക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിന്റെ പ്രായം, പ്രദേശം, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത, കുടുംബ മഹിമ, നിനക്ക് വീടുണ്ടോ, ഒന്നും പ്രശ്നമല്ല എന്ന് തിരിച്ചറിയുകയും അങ്ങനെ അതിന് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയ പലതരത്തിലുള്ള ട്രെയിനിങ്ങും പലതരത്തിലുള്ള പരിശീലനങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു സമ്പന്നതയുടെ ചിപ്പിലേക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഇന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു മനുഷ്യനെ മാറ്റിമറിക്കണമെങ്കിൽ, അവന്റെ ഈ ഒരു അവസ്ഥകളെ മാറ്റിമറിക്കണമെങ്കിൽ അവന്റെ തോട്ട് പ്രോസസ്സിനെ മാറ്റിമറിക്കണം, ചിന്താധാരയെ മാറ്റണം എന്നുള്ളത് ന്യൂറോ അതായത് നമ്മളൊക്കെ പറയും എന്റെ തലവര ശരിയല്ല, അതൊക്കെ ചിന്താധാരകളിൽ ഉറച്ചു പോന്ന. അപ്പം ഈ തലവര മാറ്റണമെങ്കിൽ നിരന്തരമായ പരിശീലനങ്ങൾ, ട്രെയിനിങ്ങുകൾ വേണമെന്ന് എന്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി. വലിയ വിജയിച്ച ആളുകളുടെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ തീർച്ചയായും എനിക്ക് കിട്ടിയ അറിവുകൾ, വലിയ പൈസ കൊടുത്ത് പുറത്തു പോയി എടുത്ത അറിവുകൾ എല്ലാം ഞാൻ എന്റെ ടീമിന് വേണ്ടി, ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന RCMന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി. അതിന്റെ ഭാഗമായി നിരവധി ട്രെയിനിങ്ങുകൾ ഏതാണ്ട് 12 വർഷം മുമ്പ് ആരംഭിച്ചാണ് 2-ഡേ ട്രെയിനിങ്ങുകളൊക്കെ. ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 6ഓളം 2-ഡേ ട്രെയിനിങ്ങുകൾ എനിക്ക് കൊടുക്കാൻ പറ്റി. അതിനകത്ത് വലിയ മാറ്റങ്ങളാണ് അതിനകത്തൊക്കെ പങ്കെടുത്ത ആളുകൾ. ഇതിനകത്തൊക്കെ ഒത്തിരി ആളുകൾ 2-ഡേ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ ആ 2 ദിവസം ട്രാൻസ്ഫോം, ഇൻസ്പയർ, റൈസ് എന്നൊക്കെ പറഞ്ഞ 2 ദിവസം താമസിച്ചുള്ള നിരവധി പ്രോഗ്രാമുകൾ ചെയ്തു. അതിൽ നിങ്ങൾക്ക് കാണാം ഈ കഴിഞ്ഞൊരു ഏതാണ്ട് ഒരു 1.5 മാസം കൊണ്ട് ചെയ്ത പല പല സ്ഥലങ്ങളിൽ ചെയ്ത 2-ഡേ ക്യാമ്പുകൾ. ഞാൻ ആ 2-ഡേ ക്യാമ്പിനെ ഒന്നും, എല്ലാവരും കേരളത്തിൽ ഇരിക്കുകയാണ്, പക്ഷെ അതിനകത്തൊക്കെ ഈ 2 ദിവസത്തെ ക്യാമ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റിയ ഒരു ടോപ്പിക് നിങ്ങളോട് പറയാണ്. മനസ്സെന്ന കൃഷിയിടത്തെ മാറ്റാനാണ് ഞാൻ തയ്യാറായത്. അതായത് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു കൃഷിയിടം പോലെയാണ്. നിങ്ങൾ എന്ത് വിത്താണോ വിതയ്ക്കുന്നത് അതിനനുസരിച്ചുള്ള വിളവുകളാണ് നിങ്ങൾ കൊയ്യുക. അപ്പം നല്ല ചിന്തകൾ, സന്തോഷം, വിജയം, സമൃദ്ധി എന്നീ നല്ല ചിന്തകളാണ് നമ്മൾ മനസ്സിൽ വിതയ്ക്കുന്നതെങ്കിൽ നല്ല വിളവ് കിട്ടുകയും, അതേ കൃഷിയിടത്തില് നമ്മൾ പരിചരണമില്ലാതെ എന്ത് ചിന്തയും കടത്തി വിടുകയാണെങ്കിൽ കളകൾ വളരുന്നത് പോലെ നമുക്ക് തെറ്റായ റിസൾട്ടുകളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് വിജയം, സന്തോഷം, സ്നേഹം, സമൃദ്ധി, ആത്മവിശ്വാസം, ഇത്തരം നല്ല ചിന്തകളാണ് ഞാൻ ഇന്ന് ന്യൂറൽ പാത്വേ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പുതിയൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അതിനകത്തുള്ള ഒരു കോട്ടും കൂടിയാണ് നിങ്ങളുടെ. അതായത് നമ്മുടെ ഉപബോധ മനസ്സിനെ കുറിച്ച് ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ജോസഫ് മർഫിയുടെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. അതായത് ഒരു ചിന്തകളെയും വിശ്വാസങ്ങളും തിരികെ നൽകുന്ന ഫലഭൂഷ്ഠമായ മണ്ണാണ് നമ്മുടെ മനസ്സ്. അതായത് നമ്മളുടെ ചിന്ത എന്താണോ, നമ്മുടെ വിശ്വാസം എന്താണോ, നമ്മുടെ മനസ്സ് എന്താണോ ചിന്തിക്കുന്നത് അതിന്റെ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മളിപ്പം മോശം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മോശം റിസൾട്ടുകൾ തന്നെയാണ് നമുക്ക് കിട്ടാൻ പോവുക. അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് മനഃപൂർവവും ബോധപൂർവമായിട്ട് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ ആളുകളെ പഠിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്ത, അവര് പല രീതിയിൽ പുറത്തേക്ക് സംസാരിച്ച ഒരു സ്ലൈഡാണ്, നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യവും പകയും കൊണ്ടു നടക്കുന്നത്
നമ്മൾ വിഷം കുടിച്ചിട്ട് മറ്റേയാൾ മരിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ്. അത് നമ്മളെ തന്നെയാണ് നശിപ്പിക്കുക. സാധാരണക്കാരായിട്ടുള്ള പല ആളുകൾക്കുള്ള ഒരു പ്രശ്നം, അവർക്ക് ചെറിയ ദേഷ്യം, വിഷമങ്ങളൊക്കെ അവരിങ്ങനെ വർഷങ്ങളോളം ഹോൾഡ് ചെയ്യും. അത് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഗോൾ സെറ്റിങ്ങിന്റെയോ വലിയ സ്വപ്നങ്ങളൊന്നും വിതച്ചാലും, വലിയൊരു വാട്ടർ ടാങ്ക് നിറച്ച് ചെളി ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് 1 ലിറ്റർ നല്ല വെള്ളം ഒഴിച്ചിട്ട് എന്താ കാര്യം? ആ ചെളി അവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ്. അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ദേഷ്യവും പകയും വിദ്വേഷവും ഒക്കെ നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെ പുറത്ത് കളഞ്ഞിട്ട് വേണം പുതിയ ചിന്തകളും ഗോൾ സെറ്റിംഗ് ഒക്കെ നമ്മൾ നടത്താൻ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഇതുപോലത്തെ ട്രെയിനിങ്ങിൽ ഈ ടുഡേയിലൊക്കെ പങ്കെടുത്ത് മാനസിക പരിണാമങ്ങളും വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയ ഒത്തിരി ആളുകളുണ്ട്. 16 വർഷം മുമ്പുള്ള വിഷമങ്ങൾ മാറ്റിയ ആളുകളുണ്ട്. എന്റെ ഈ ഒരു ടുഡേ ട്രെയിനിങ്ങിൽ ഞാൻ ഏറ്റവും ടോപ്പായിട്ട് ഈ ഒരു സെഷൻ എടുത്ത സമയത്ത് ഏതാണ്ട് 45ഓളം ആളുകൾ, 40-50 ആളുകളുടെ മുന്നിൽ വന്നിട്ട് അവര് പറഞ്ഞു, സാറേ ഞാൻ 8 വർഷമായിട്ട് മിണ്ടാത്ത ഒരാളുണ്ടായിരുന്നു, 15 വർഷമായിട്ട് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു, എനിക്ക് അപ്ലൈനോട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഈ മീറ്റിംഗിൽ വെച്ച് ഇന്നത്തെ ഏതാണ്ട് 2-3 മണിക്കൂറായി ഈ ഒരു സെഷൻ നമ്മൾ എടുക്കുന്നു. ഒരു സ്ലൈഡ് ഞാൻ കാണിച്ചു എന്നുള്ളൂ. അവരവിടെ ഉപേക്ഷിച്ചു പോവുകയാണ്. ഞാൻ ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് PV കയറുവോ അല്ലെങ്കിൽ ഇതാണോ സംസാരിക്കേണ്ടതെന്നൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഒരു റൂബി ആയിട്ട് ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ എന്റെ മുമ്പിലൂടെ കടന്നുപോയിട്ട് എന്നോടൊപ്പം നിൽക്കുകയും പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ മുഴുവൻ പഠിച്ച സമയത്ത് മനസ്സാണ് ബിസിനസ്. മനസ്സിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. ആ മനസ്സിനെ സംശുദ്ധമായിട്ട് അതിനെ മൈൻഡ് പവർ ഉണ്ടാക്കുന്ന രീതിയിൽ നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ പിൻ ലെവലിൽ വലിയ ലെവലിൽ വന്ന ആളുകൾ എത്ര പേര് വേദന അനുഭവിക്കുന്നത് കാണുന്നുണ്ട്. നമ്മുടെ ടീമിനകത്തും പുറത്തും ഒക്കെ ഒരുപാട് ആളുകൾ നല്ല ബന്ധങ്ങളില്ലാത്തതിന്റെ പേരിൽ ഉള്ളിൽ കിടക്കുന്ന ചെറിയ ചെറിയ വിഷമങ്ങൾ, ദേഷ്യം, പക. അപ്പം ഇതൊക്കെ നമ്മളിപ്പം കാണുന്ന മീഡിയ, സിനിമയൊക്കെ എന്താ പ്രചരിപ്പിക്കുന്നത്? പക വീട്ടാനുള്ളതാണ്. സിനിമയിൽ വലിയ ഡയലോഗാ, പക വീട്ടാനുള്ളതാണ്. പക വീട്ടാനുള്ളതല്ല, സ്വയം നശിക്കാനുള്ളതാണെന്നാണ് ഞാൻ ഈ ക്യാമ്പുകളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക വീട്ടാനുള്ളതല്ല. നിന്നെ ഒരാൾ ഉപദ്രവിച്ചാലും ആ ഉപദ്രവിച്ചത് വിഷമം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നിനക്കാണ് അയാളെക്കാളും ദോഷം ഉണ്ടാവാൻ പോകുന്നത്. ഉപദ്രവിച്ച ആൾക്ക് ഒരു പക്ഷെ അത് എപ്പോഴും ഓർത്തോണമെന്നില്ല. അപ്പം ഇതൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ നമ്മുടെ മനസ്സിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക. ഈ ബിസിനസ്സിനകത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആളുകളോടാണ് ചെറിയ 1000 ഗുണങ്ങൾ കിട്ടിയാലും ഒരു ചെറിയ വരുന്ന സമയത്ത് ഇത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പമാണ്. അപ്പൊ അതിനെയൊക്കെ മാറ്റിമറിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പരിശീലനങ്ങളിലൂടെ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാനൊരു സ്ലൈഡ്, ഓസ്കാർ വൈൽഡിന്റെ ഒരു സ്ലൈഡ് ഇവിടെ രസകരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഓരോ വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ട്, ഓരോ പാപിക്കും ഒരു ഭാവിയുണ്ട്. അതായത് ഇന്ന് നല്ല ലെവലില് ഇപ്പൊ നമ്മളുടെ ഒരു ചിന്തയുണ്ട്, സ്ഥിരമായി നായകന്മാരുണ്ട്, സ്ഥിരമായി സിനിമയൊക്കെ അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും ഏത് നായകനിലും കുറച്ച് വില്ലത്തരം വരാം, ഏത് വില്ലനും നല്ല കാര്യങ്ങൾ ചെയ്യാം. സിനിമയൊന്നും കാണുന്ന പോലെയല്ല. അതുകൊണ്ട് ഓരോ വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ട്, ഓരോ പാപിക്കും ഒരു ഭാവിയുണ്ട്. ഇന്ന് എത്ര മോശപ്പെട്ട ലെവലിൽ ജീവിക്കുന്ന ഒരാളും ശരിയായ രീതിയിലുള്ള പരിശീലനങ്ങളും അവസരങ്ങളും കൈ കിട്ടിയാൽ, സ്വപ്നങ്ങൾ അയാളിൽ ജനിപ്പിക്കാൻ പറ്റിയാൽ അയാള് നല്ലൊരു ഭാവിയുള്ള ഒരു വ്യക്തിയായി മാറും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തു നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. ആക്ച്വലി വി ആർ നോട്ട് സെല്ലിംഗ് പ്രൊഡക്റ്റ്, വി ആർ ബൈയിങ് പീപ്പിൾ എന്നാണ് നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയുടെ ആപ്തവാക്യം. നമ്മൾ ഉൽപ്പന്നം വിൽക്കുകയല്ല, ആളുകളെ വാങ്ങുകയാണ്. അവരെ ചേർത്ത് നിർത്തണം, അവരെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ തരത്തിലുള്ള മാനസികപരമായ പരിണാമങ്ങൾ നമ്മളിലേക്ക് സംഭവിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. സക്സസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡെയിലി ഹാബിറ്റ്സ്. അപ്പം ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാക്കി മനസ്സിനെ ഒന്ന് പരിവപ്പെടുത്തി അതിനകത്ത് ഉറച്ച തീരുമാനം എടുത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയത്തിന്റെ ഒരു യാത്ര നമുക്ക് കുറിക്കാൻ കഴിയും. അപ്പൊ അതിനകത്ത് സക്സസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡെയിലി ഹാബിറ്റ്സ്, നോട്ട് വൺസ് എ ലൈഫ് ടൈം ട്രാൻസ്ഫോം. ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ലോട്ടറിയോ അല്ലെങ്കിൽ ഒരു കാര്യമൊന്നല്ല. ശീലങ്ങൾ, സ്ഥിരമായ ശീലങ്ങളിൽ നിന്നാണ് നമ്മുടെ വിജയം ഉണ്ടാവുന്നത്. നമ്മൾ കാര്യങ്ങൾ ചെയ്ത് 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 ഹാബിറ്റായി മാറണം. ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു പുതിയ ശീലം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്നാണ് ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത്? എത്ര ദിവസം? ഒന്ന് ചാറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു പുതിയ ശീലം നമ്മൾ ഉണ്ടാവണമെങ്കിൽ എത്ര ദിവസം എടുക്കും?
സ്വരൂപ് സാർ ഒന്ന് നോക്കണം. എന്താണ് ആളുകളുടെ അഭിപ്രായങ്ങൾ, എത്ര ദിവസം കൊണ്ട് ഒരു പുതിയ ശീലം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എന്താണ് അധിക ആളുകളുടെ ഒരു ആളുകൾ അഭിപ്രായം എന്ന്. 21 പറയുന്നത്. എത്രയാണ് സർവീസ് സാറേ പറയുന്നത്? 21 അധിക ആളുകളും പറയുന്നത്. 21 കുറെ 21 ആളുകൾ അധിക ആളുകളും പറയുന്നുണ്ട്. പറയുന്നത്. 21 പറയുന്നുണ്ട് അല്ലെ? ഉം. വേറെ എന്തെങ്കിലും ഡിഫറന്റ് നമ്പർ ഉണ്ടോ? 90 ഡേയ്സ്. 90 ഡേയ്സ്. അപ്പൊ ഒരു ഹാബിറ്റ് ആണ്. ആ, അപ്പൊ ഇതിനെക്കുറിച്ച് ആ, കൃത്യമായി പഠനങ്ങൾ നടന്ന സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു പുതിയ ശീലം നമ്മളിൽ വളർന്നു വരണമെങ്കിൽ 21 ദിവസം എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണയാണെന്നും 64 മുതൽ 70 ദിവസമാണ് ശരിയായ ധാരണമെന്നാണ് ലേറ്റസ്റ്റ് പഠനങ്ങൾ കാണിക്കുന്നത്. 64 മുതൽ 64 അതിനകത്തൊരു കണക്കായിട്ട് പറയുന്നത്. അപ്പം നമ്മള് ആ, ഏതെങ്കിലും ഒരു പുതിയ കാര്യം ശീലമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്, 21 ദിവസം ചെയ്തിട്ട്, വ്യായാമാണെങ്കിലും ന്യൂട്രീഷ്യസ് ഫുഡ് ആണെങ്കിലും, അതെങ്കിൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏതെങ്കിലും ഹാബിറ്റ് ആണെങ്കിലും, അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് 17ഓളം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു സമ്മാനമായിട്ട്. ഒരു വിജയി ചെയ്യുന്ന 17 കാര്യങ്ങൾ, അതൊരു സമ്മാനമായിട്ട് ലാസ്റ്റ് സമർപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കാര്യങ്ങളൊക്കെ വെറും 21 ദിവസം പരീക്ഷണത്തിന് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അത് വിജയമായി മാറില്ല. അപ്പൊ നമുക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു ശീലങ്ങളെയൊക്കെ നല്ല രീതിയിൽ മാറ്റിമറിച്ച ആ, കുറച്ച് ആളുകളെ നമുക്ക് നോക്കാം. ഇത് ആരാന്ന് ചോദിക്കാൻ പാടില്ല. ഇത് നമ്മുടെ മഹാനായ ഇന്ന് ലോകത്തിന് മികച്ച മാതൃക, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു നല്ല മനുഷ്യൻ എങ്ങനെ ആവണം എന്നൊക്കെ പഠിപ്പിച്ച മഹാനായ TC ജബ്രാജിയാണ്. നോക്കിയേ, അദ്ദേഹം വൃക്ഷത്തൈ നടുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഒരു പ്ലാന്റ് എ ട്രീ സേവ് ദ ലൈഫ്, ജീവിതത്തിനെ രക്ഷപ്പെടുത്താൻ, ആ, ആ, ജീവിതത്തെയും ജീവിതങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താൻ വൃക്ഷത്തൈ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു ഒരു സന്ദേശം അദ്ദേഹത്തിന്റെ ആ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കേട്ടുന്നുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ് രാജസ്ഥാനിൽ ഒരു വിസിറ്റിൽ മലയാള പത്രങ്ങളിലടക്കം വൃക്ഷങ്ങളെ സ്നേഹിക്കുന്ന ചബ്രാജിയുടെ എന്താ പറയാ, വലിയ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കിന് മുറിച്ചു മാറ്റപ്പെടുന്ന മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകമായ എഞ്ചിനീയറിംഗ് ടീമിനെയൊക്കെ വെച്ചിട്ട് ആ റോഡ് സൈഡിൽ നിന്നൊക്കെ മുറിച്ചു മാറ്റുന്ന മരങ്ങളെയൊക്കെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു TCG. ആ ഒരു അദ്ദേഹത്തിന്റെ രക്തദാന ക്യാമ്പ്, ഇതുപോലെ അതായത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നുള്ള രീതിയിൽ തന്നെ ഒരു സെക്കൻഡ് ഗാന്ധി, അതുക്ക് മുകളിലാണ് TCGയുടെ സ്ഥാനം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് ഒരു ശീലമുണ്ട്. TCGയെ പറ്റി ഞാൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് കേട്ടൊരു കാര്യം, ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആവാതെ എന്തുണ്ട് ഈ ഒരു ടീമിനും അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്കും ക്രിയാത്മകമായി ചെയ്യാനെന്ന് ചിന്തിക്കുന്ന ഒരു മഹത്തായ MD. നമുക്ക് RCMൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പണത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചാൽ ഒരു ആവേശവും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. അതിനൊക്കെ ലിമിറ്റഡ് ആവേശം മാത്രം. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുക. അപ്പൊ TCGയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശീലങ്ങളിൽ നിന്നാണ്, വർഷങ്ങളായിട്ടുള്ള ശീലങ്ങളിൽ നിന്നാണ് TCG എന്ന് പറയുന്ന ഒരു വ്യക്തി ഡെവലപ്പായി വന്നത്. ഒരു ഹാബിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് TCGയുടെ ഒരു ഹാബിറ്റ് ഒരു റോൾ മോഡലാണ്. വേറൊരു വ്യക്തിനെ ഞാൻ കാണിച്ചു തരാം. ഇത് ആരാന്ന് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാറ്റ് ചെയ്തേ. അദ്ദേഹത്തിന്റെ മുഖം കുറച്ച് താഴ്ത്തിയാ കിടക്കുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായ ആളുകളൊന്ന് ചാറ്റ് ചെയ്തേ. സ്വരൂപ് സാർ നോക്കണേ. അടുത്തൊരു വ്യക്തി ആരാന്നുള്ളത് ആൾക്കാർ മനസ്സിലാവുന്നുണ്ടെന്ന് നോക്കട്ടെ. അദ്ദേഹത്തിന്റെ പേര് വന്നോ? വന്നു വന്നു. വന്നില്ലേ? യെസ്, യെസ്. വെരി നൈസ്. അപ്പം അതിനകത്ത് ആ ചിത്രത്തിലൊരു മീനിങ് ഉണ്ട്. 90/171 എന്ന് കാണാം. അതൊരു ഹാബിറ്റിന്റെ ഒരു സിമ്പലാണ്. ഡയമണ്ട് സുരേന്ദ്രവട്ട് സാറാണ്, RCMലെ ഡയമണ്ടിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ശീലത്തിനെ അദ്ദേഹം ശരിക്കും ആ ഒരു ഹാബിറ്റിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ആ 90/171 ഞാനൊരു സിമ്പിളായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. കാരണം 90 ഡേയ്സിന്റെ ഒരു എക്സസൈസ് ചാലഞ്ച് എടുത്തിട്ട് ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും പ്രോഗ്രാം മീറ്റിംഗിന്റെ ദിവസം പോലും ആ മീറ്റിംഗ് ഹാളിൽ വെച്ച് പോലും വ്യായാമം ചെയ്ത് 90 ദിവസത്തെ ചലഞ്ച് എടുത്തിട്ട് 171 കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഇന്ന് ഞാൻ പറയുമ്പോൾ ഏതാണ്ട് 200-ന് അടുത്തായിട്ടുണ്ടാവും കേട്ടോ. ഈ സ്ലൈഡ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്.
സാധാരണ ഒരാൾക്കാര് 90 ദിവസത്തേക്ക് ഒരു പരിപാടി എടുത്താൽ എങ്ങനെയെങ്കിലും 90 കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മളെ നാട്ടിലൊക്കെ പല വ്രതം എടുക്കുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാമല്ലോ. ആ ദിവസം കഴിഞ്ഞാൽ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ വെമ്പും. പക്ഷേ ഇവിടെ 90 ദിവസത്തേക്ക് ഒരു ചാലഞ്ച് ഏറ്റെടുത്തിട്ട് അത് 90 കഴിഞ്ഞ് 180 കഴിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശീലങ്ങളിലൂടെ ഇന്ന് സക്സസ് ആയിരിക്കുകയാണ്. 3 ലീഡേഴ്സിനെ ഒന്നിച്ച് ഞാൻ കാണിക്കുകയാണ്. ഈ വൈകുന്നേരം ഒരു കോയിൻസിഡന്റ് ഉണ്ടായത്, ഞാന് ഈ 3 ലീഡേഴ്സിന്റെ ഫോട്ടോ തപ്പിയെടുത്തു. ഞാൻ മൂർത്തി സാറിനെ വിളിച്ച് ഞാൻ എടുത്തതിനേക്കാൾ ഒരു മികച്ച ഫോട്ടോ ഒന്നിച്ച് കിട്ടും. മൂർത്തി സാർ സെയിം ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നത്. അതൊരു ഭയങ്കര എന്നെ ചിരിപ്പിച്ചു കളഞ്ഞു. അപ്പോ നമ്മുടെ സഫേർ സിയാർ മുർസാർ, സൗത്ത് ഇന്ത്യൻ മഹാഗുരു ഗോപകുമാർ സാർ, കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ആരംഭിച്ച് ഇന്ന് സ്റ്റാർ റൂബി ആയിട്ടുള്ള സുജിത് കുമാർ സാർ, 3 പേരും ഒന്നിച്ചു വരുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. RCMനെ ഏറ്റെടുത്ത് RCMനെ ജീവിതചര്യയാക്കി RCM അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഇന്ന് വലിയ കോർ ലീഡർഷിപ്പ് മഹാഗുരുവിലേക്ക് അവർക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിഞ്ഞത്. അപ്പൊ വിജയിച്ച ആളുകളെ എല്ലാവർക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇന്ന് സ്റ്റാർ റൂബിയിലുള്ള ബിനു സാറിനെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം അങ്ങനെ ഒരു ശീലത്തിലൂടെ വന്ന വ്യക്തിയാണ്. ഒത്തിരി റൂബിമാരുണ്ട്. എല്ലാവരും ഈ ഒരു അവരുടെയൊക്കെ ജീവിതത്തിൽ ആ, സന്ദേശമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു കാര്യമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ എല്ലാ ലീഡർമാരും നമ്മളോട് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണോ അവരുടെ ജീവിതചര്യയായി ശീലമാക്കി മാറ്റിയത് അതാണ് അവരുടെ വിജയമന്ത്രമായിട്ട്. ഒരു ചെറുപ്പക്കാരൻ കുപ്പിച്ചില്ല് നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. ആ ചിത്രത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഞാൻ എൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ഗ്ലാസ് വാക്ക് നടത്തുന്ന ഒരു ചിത്രമാണ്. ആ ഗ്ലാസ് വാക്കിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. തീയിലൂടെ നടന്നിട്ടുണ്ട്, ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, പരിശീലന പരിപാടിയിലും തീയിലൂടെ നടന്നിട്ടുണ്ട്, ഗ്ലാസ്സിലൂടെ പരിശീലന പരിപാടിയിൽ നടത്തിയിട്ടുണ്ട്, ജീവിതത്തിലൂടെ നടന്നിട്ടുണ്ട്. അങ്ങനെ പരിശീലനങ്ങൾക്ക് വേണ്ടി തലയെ മാറ്റാനും തലവര മാറ്റാനും ജീവിതം മാറ്റാനും വേണ്ടിയും അങ്ങനെ ശ്രമിച്ച ഒരു ജീവിതമായതുകൊണ്ട് അത് ആയിരക്കണക്കിന് ആളുകളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചിത്രം നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് സമർപ്പിക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു പുതിയ ജീവിതവും ശീലവും കണ്ടുപിടിച്ചുകൊണ്ട് ഇന്ന് റൂബി ആയിട്ട് കോഴിക്കോട് ഏറ്റവും വലിയ, ഇന്ന് കോഴിക്കോട് മലബാറിലെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ സെന്ററിൽ 2000-ലധികം ആളുകളെ ചേർത്ത് നിർത്തി എന്റെ ഫാമിലിക്കൊപ്പം ആ ട്രോഫി വാങ്ങാൻ പറ്റി. ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നത് അന്ന് കക്കാടംപൊയിൽ ഗ്രാമത്തിൽ കയറി വന്ന സന്തോഷ് VS എന്ന് പറയുന്ന എന്റെ അപ്ലൈൻ ലീഡറാണ്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു ഒറ്റ കഴിവ് അതൊരു ശീലമാക്കി മാറ്റിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് റൂബി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തൊട്ടടുത്ത് റൂബി രഞ്ജിത്ത് സാറാണ്. ഇന്ന് തമിഴ്നാട്ടിലും ഈ പ്രോഗ്രാമിലൊക്കെ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ ശീലങ്ങളിൽ നിന്ന് അദ്ദേഹം സ്റ്റാർ മൊറാൾഷിപ്പിൽ നിന്നൊരു റൂബി ആയിട്ട് നമ്മുടെ മുമ്പിൽ വലിയൊരു പാഷനേറ്റ് ട്രെയിനറായിട്ട് മാറുന്നു. സുജിത് സാർ സ്റ്റേജിലുണ്ട്. സഫയർ സിയാർ മുർസാറും അഖില മാഡം ഒക്കെ ചേർന്ന് ആ സമ്മാനം തരുന്നു. ഈ പ്രോഗ്രാമില് ഗോപകുമാർ സാറിന് എത്താൻ പറ്റിയില്ലെങ്കിലും ഗണശ്യാമും ഇന്നലെ തന്നെ ഗണശ്യാമിന്റെ ഒരു പ്രോഗ്രാം അവരൊക്കെ ചേർന്നാണ് ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ജീവിതവും ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പുതിയൊരു ജീവിതചര്യയിലേക്ക്, പുതിയൊരു ഹാബിറ്റിലേക്ക്, പുതിയൊരു ശീലത്തിലേക്ക് മാറിയത് കൊണ്ട് ഇത്തരം ഒരു അംഗീകാരത്തിലേക്ക് എത്താൻ പറ്റി. എന്റെ ആദ്യത്തെ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് ഞങ്ങൾ ഇരിക്കുന്ന വീടിന് 50,000 രൂപയ്ക്ക് ഞങ്ങൾ കുടുംബമായി പ്ലാൻ ചെയ്തൊരു വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കോഴിക്കോട്, ഞാനൊരു വീട്ടിലാണ് ഇപ്പം കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്നെങ്കിലും പുതിയൊരു വീടിന്റെ പണി നടക്കുന്നുണ്ട്. അന്നത്തെ ഞങ്ങൾ ഉണ്ടാക്കിയ വീടിന്റെ 3 ഇരട്ടി പൈസ ഡ്രോയിങ്ങിന് മാത്രം ഇന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പൈസ കൊടുക്കണം. എഞ്ചിനീയർക്ക് വെച്ച് വീടുണ്ടാകുന്നതിന് മുമ്പുള്ള എഞ്ചിനീയർക്ക് കൊടുത്ത പൈസയാ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ, അപ്പൊ ആർ യു റെഡി ടു ഫോളോ ദ ഹാബിറ്റ്സ് ഓഫ് സക്സസ്ഫുൾ ലീഡേഴ്സ്? എനിക്ക് ഈ പ്രോഗ്രാമിലുള്ള എല്ലാവരോടും ചോദിക്കാനുള്ളത്, ഇങ്ങനെ വിജയിച്ച ആളുകളുടെ ശീലങ്ങൾ പിന്തുടരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവരെന്തൊക്കെയാണ് വിജയിക്കാൻ വേണ്ടി ചെയ്തത്, അവരെന്തൊക്കെയാണ് രാവിലെ മുതൽ രാത്രി വരെ ചെയ്തത്, അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒരു കാര്യമാണ് മൈൻഡ് സെറ്റ്. അവരുടെ മൈൻഡ് സെറ്റ് ഒരു പ്രത്യേകതയായിരുന്നു. ഇപ്പം ഇതൊരു അടിപൊളി ചിത്രമാണ് നോക്കിയേ. ഒരു ചെടിയെ നോക്കിയിട്ട് 2 പേര് ചിന്തിക്കുന്ന, ഒരു കർഷകൻ വിചാരിക്കുകയാണ് ഈ ചെടി വാടിപ്പോകും, വിളനഷ്ടമുണ്ടാവും എന്ന് പറയുന്ന പുവർ മൈൻഡ് സെറ്റാണ് ഒരാൾക്കുള്ളതെങ്കിൽ, മറ്റേ ഒരു കർഷകൻ ഉണ്ടാവുന്നത് ഈ ചെടി വളരും, അതിൽ സമൃദ്ധി ഉണ്ടാവും, ആ സമൃദ്ധി അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. ഈ ചെടിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ നിങ്ങളെ ഈ ചെടിയായിട്ട് സങ്കല്പിക്കാം. ഞാൻ RCMൽ ജോയിൻ ചെയ്തു, ഞാൻ RCMൽ നാളെ ഒരു റോയൽറ്റി ആവും, ടെക്നിക്കൽ ആവും, റൂബി ആവും, സഫയർ ആവും, ഡയമണ്ട് ആവും എന്ന് വേണം ചിന്തിക്കാം. അതേ സ്ഥാനത്ത് അപ്പുറത്ത് നിൽക്കുന്ന കൃഷിക്കാരന്റെ മനസ്സോടുകൂടി
എന്റെ RCMൽ ആരെങ്കിലും ജോയിൻ ചെയ്യോ, ആരെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുമോ, ഞാൻ വിജയിക്കുമോ എന്നുള്ള ആ നെഗറ്റീവ് പുവർ മൈൻഡ് സെറ്റിലും വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. നിങ്ങളെ ടീമിൽ ജോയിൻ ചെയ്യുന്ന ഒരാളെ ആ ചെടിയായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങളെ ടീമിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി നാളെ വളരുമോ, അയാൾ എന്തെങ്കിലും ആവുമോ എന്നുള്ള സംശയത്തിന് പകരം അദ്ദേഹം നാളെ വളർന്ന ഒരു ഡയമണ്ട് ആവുമെന്നുള്ള അദ്ദേഹത്തിൽ നിന്ന് സമൃദ്ധമായ വിളവുകൾ കിട്ടുമെന്ന് നിങ്ങളെയും ആ ചെടിയായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. നിങ്ങളെ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സമർപ്പിക്കാം. അപ്പൊ എന്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വിജയിക്കണമെങ്കിൽ പോസിറ്റീവ് ആൻഡ് റിച്ച് മൈൻഡ് സെറ്റ് ഒരു ഹാബിറ്റ് ആക്കി മാറ്റണം, എഴുതി വെക്കണം. സ്ഥിരമായി പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളത് എന്തൊക്കെ നെഗറ്റീവ് പ്രതിബന്ധങ്ങൾ പ്രതിസന്ധി വന്നാലും അവിടെയൊക്കെ ഒരു നന്മ, ഒരു നല്ലത് നാളെ സംഭവിക്കുമെന്നുള്ള ഉറച്ച 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 വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. പോസിറ്റീവ് റിച്ച് മൈൻഡ് സെറ്റ്, നെഗറ്റീവായുള്ള ഒരു സിറ്റുവേഷനിൽ പോലും പോസിറ്റീവായിട്ട് അതിനെ മാറ്റാൻ കഴിയുന്ന ഒരു ചിന്താധാരയിലേക്ക് നമ്മൾ മാറണം. ഞങ്ങളൊക്കെ വന്ന വഴി നിങ്ങൾ കണ്ടില്ലേ, കമ്പനി ഇല്ലാത്ത കാലത്ത് പോലും ഞങ്ങൾക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവുക, ഇതെപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ഒരു മിസ്സിങ് വരുന്നു, അല്ലെങ്കിൽ ചെറിയൊരു വരുമാനത്തിന്റെ ഒരു കാര്യം, ബിസിനസ് ഒക്കെ കുറച്ച് തിരമാലകളെ പോലെ തന്നെയാണ്, മുകളിലോട്ട് കയറും താഴോട്ടൊക്കെ ഇറങ്ങും, മനുഷ്യന്മാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഉറച്ച പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ട്രഡീഷണൽ ബിസിനസ് ഉണ്ടല്ലോ, അതിന്റെ ഗ്രോത്ത് എത്രയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ട്രഡീഷണൽ നമ്മുടെ നാട്ടില് RCM അല്ലാതെ മസാലക്കട നടക്കുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റ് നടക്കുന്നുണ്ട്, ഹോട്ടൽ നടക്കുന്നുണ്ട്, എത്രയാണെന്നാണ് നിങ്ങളുടെ ധാരണ പുറത്തുള്ള കച്ചവടത്തിന്റെ? പ്രിയപ്പെട്ടവരെ, 2025 ഞാനിന്ന് ഗൂഗിളിൽ നിന്ന് എടുത്തൊരു കാര്യമാണ്. 2025 ട്രഡീഷണൽ ഗ്രോത്ത് റേറ്റ് ആണ് നിങ്ങൾ 6.2% കാണിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി ഇപ്പൊ നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഈ ഒരു ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിലെ കഴിഞ്ഞ 15 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ബ്രഹ്മ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ CEO ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. അദ്ദേഹം പറയുന്നത്, AR രഞ്ജിത്ത്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഒരു പക്ഷെ, 90% കടകളും പൂട്ടും ട്രഡീഷണൽ മാർക്കറ്റിൽ. കടകളുടെ ഭാവി, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എല്ലാ മീഡിയയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഓൺലൈൻ മാർക്കറ്റ്, ഡയറക്ട് സെല്ലിങ്, നേരിട്ട് കമ്പനികളിൽ വാങ്ങാന്നുള്ള വെമ്പലിന്റെ ഭാഗമായിട്ട് ട്രഡീഷണൽ വ്യാപാര മേഖല ഇന്ന് 90% പൂട്ടും എന്നുള്ളൊരു വീഡിയോന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റ് ഗ്രോത്ത് എന്ന് പറയാനില്ല. ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് വന്നാൽ നിലവിലുള്ള സൂപ്പർ മാർക്കറ്റ് കച്ചവടം പോയി. ടെക്സ്റ്റൈൽ മേഖല ഡെഡ് സ്റ്റോക്ക് കൊണ്ട് ഡെത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. മോഡൽ ഔട്ടും അതുപോലെ തന്നെ കാര്യങ്ങൾ, ഹോട്ടൽ ബിസിനസ്, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും വലിയ പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ കാണേണ്ടത്. മലപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ബിയാൻചി എന്ന് പറയുന്ന ഒരു സ്ഥാപനം മമ്മൂട്ടി മോഹൻലാലും കൂടി ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്തൊരു 4 നിലയിലുള്ള ടെക്സ്റ്റൈൽ ഷോറൂമാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ പൂട്ടിപ്പോയി. അപ്പം അങ്ങനെ ട്രഡീഷണൽ ബിസിനസ്സിൽ, അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, കച്ചവടം ഇന്ന് കാണുന്ന പല സ്ഥാപനങ്ങളും പോലും അതിന്റെ പ്രോഫിറ്റ് ലോസ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നഷ്ടത്തിലാണ്. അപ്പം ലോകത്തിന്റെ പുതിയ മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായി ഡയറക്ട് സെല്ലിങ്ങിന്റെ കുതിപ്പും, അതുപോലെ തന്നെ പുതിയ വിപണന സംവിധാനം, ഓൺലൈൻ ട്രേഡിംഗ്, ഇതെല്ലാം വ്യാപകമായ, ഓൺലൈൻ മാർക്കറ്റൊക്കെ വ്യാപകമായതോടുകൂടി തന്നെ പരമ്പരാഗത കച്ചവട മേഖലയിൽ ഒരു കുതിപ്പുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പഠനം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സന്തോഷത്തോടെ കൂടി ഏറ്റെടുക്കുകയാണ്, നമ്മൾ വെൽനസ് ഇൻഡസ്ട്രി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ റവല്യൂഷനകത്താണ്. നമ്മളൊരു പുതിയൊരു ലോകത്തേക്കാണ് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒത്തിരി സന്തോഷങ്ങളുണ്ട്. മാർക്കറ്റിംഗ് സിസ്റ്റം മാറിയെന്ന് മാത്രമൊന്നുമല്ല, കമ്പനി നേരിട്ട് പ്രൊഡക്റ്റ്, ലൈഫ് എക്സ്പെക്ടൻസി 120, 150 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ പറ്റുന്ന ജീവിതശൈലി രോഗങ്ങൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന, 60 വയസ്സുകാരനെ 30-കാരനാക്കാൻ പറ്റുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രിക്കകത്താണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ പോസിറ്റിവിറ്റി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിന്റെ ഫ്യൂച്ചർ നമ്മളെ ചിന്തകളിൽ എപ്പോഴും ഉണ്ടാവണം. അതിന്റെ സാധ്യതകൾ, ഇന്ന് ആയുർദൈർഘ്യം വർദ്ധിക്കുന്നു, അത് അങ്ങനെ തന്നെ. ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, 100ാമത്തെ വയസ്സിൽ 5 കിലോമീറ്റർ ഓടി വന്ന് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന ഒരാളാവാൻ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആരോഗ്യം വർദ്ധിക്കുന്ന, യുവത്വം കൂടുതൽ പ്രോജ്വലമാവുന്ന ഒരു കാലഘട്ടം നമ്മളിലേക്ക് വരികയാണ്. അതിനകത്തുള്ള ഏറ്റവും ടോപ്പ് മഹത്തായ ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ള RCM. അപ്പൊ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഒരു തകർച്ച, ഡയറക്ട് സെല്ലിങ്ങിന്റെയും വെൽനസിന്റെയും ഒരു ഉയർച്ച, അതിൽ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും മഹത്തായ ഒരു അവസരത്തിനകത്ത് വന്ന നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്, ഒരു വിജയിയാവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയും കാലത്തെ ജീവിതത്തിൽ നമ്മൾ സഞ്ചരിച്ച വഴികളിൽ
എന്താ പറയാ, നമുക്ക് ചെറിയ ചെറിയ ഇടർച്ചകൾ വന്നിട്ടുണ്ടാവും. പക്ഷെ ഗ്രോത്ത് ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ടിപ്സുകൾ, ഇടർച്ചകൾ വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം RCM എന്ന് പറയുന്ന ഒരു വടവൃക്ഷം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിന്റെ RCM എന്ന് പറയുമ്പോൾ ഒരു വൃക്ഷം നിങ്ങൾക്ക് കാണാം, 29ഓളം ശാഖകളും, ഓരോ ശാഖയിലും നൂറുകണക്കിനും ആയിരക്കണക്കിനും പ്രൊഡക്റ്റുകളുള്ള ഒരു വലിയ വൃക്ഷമാണ്. അപ്പൊ ഇതിനകത്ത് വന്ന പല ആളുകളും ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ആളായിട്ട് അങ്ങോട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെ ഒരാളായി മാറാനും ഇതിനകത്തൊക്കെ വലിയ ശക്തമായ നെറ്റ്വർക്ക് ഉണ്ടാക്കാനും പാസീവ് ഇൻകം നേടാനും ഓപ്പർച്യൂണിറ്റിയുടെ വലുപ്പം തിരിച്ചറിയാനും നമുക്ക് കഴിയണം. ചില ആൾക്കാർ പറയും ഞാൻ ന്യൂട്രി ചാർജിന്റെ മാത്രം ആളാണ്, കിസോളിന്റെ മാത്രം ആളാണ്. അങ്ങനെയൊന്നല്ല. നമ്മൾ മൊത്തത്തിൽ RCM അതൊക്കെ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ RCM എന്ന് പറയുന്ന വലിയ വൃക്ഷത്തിലെ ഓരോ ശിഖരങ്ങളാണ് നമ്മുടെ ബ്രാൻഡുകൾ എന്ന് തിരിച്ചറിയാനും അതിലുള്ള പ്രൊഡക്റ്റുകൾ എന്ന് തിരിച്ചറിയാനും കഴിയുന്നിടത്താണ് ഒരു യഥാർത്ഥ നെറ്റ്വർക്കർ, ഒരു യഥാർത്ഥ ലീഡർ ഉയർന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുക. ആ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ആ ചിന്തയിൽ നിന്ന് റിച്ച് ആയിട്ട് വളരാൻ പറ്റണം. ആ ചിന്തയിൽ നിന്ന് നമുക്ക് റിച്ചായി വളരാൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ കുറച്ച് സക്സസ് ടിപ്സ് പറയുന്ന സമയത്ത് RCMൽ വിജയിക്കാനുള്ള ശീലങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്കിപ്പം കുറെ വർഷങ്ങളായിട്ട് 1-ാം തീയതി ആയി കഴിഞ്ഞാൽ തന്നെ എന്റെ സൈറ്റിൽ പേഴ്സണലായിട്ട് 5000 PV കണ്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടാറില്ല. അതൊരു ശീലമായി പോയി. അപ്പൊ 1-ാം തീയതി തന്നെ 5000 PV ചെയ്യുക, അവിടെ ഒരു പച്ച അടയാളപ്പെടുത്തുക, അവിടെ നിന്ന് ജീവിതത്തിൽ പച്ച പിടിപ്പിക്കുക. ഇന്ന് സൈറ്റിൽ 2 കളറൊക്കെ കാണാം സൈറ്റ് നോക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ ജീവിതത്തിൽ പച്ച പിടിക്കണമെങ്കിൽ 1-ാം തീയതി തന്നെ നമ്മൾ 5000 PV ചെയ്ത് തുടങ്ങുക. സ്റ്റാർട്ട് വിത്ത് യുവർ സെൽഫ്. നമ്മളിൽ നിന്ന് തുടങ്ങുക. നമ്മുടെ ടോട്ടൽ വലിയ സൈറ്റ് നോക്കുന്നതിന് മുമ്പ് നമ്മളുടെ പേഴ്സണൽ വോളിയത്തിന്റെ സ്ഥലത്ത് ഒരു പച്ച അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. ഈ മാസവും ഡയമണ്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത്. ഡയമണ്ട് ക്ലബ്ബ് ഇല്ലാതെ ഈ ബിസിനസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് നമ്മളിന്ന് മാറിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ആ ഒരു കാര്യം 1-ാം തീയതി തന്നെ ആരംഭിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കാര്യമാണ്. 10-ാം തീയതിക്കുള്ളിൽ എന്തായാലും നമ്മൾ അത് ചെയ്യണം. ജോയിനിങ് വിത്ത് ഡയമണ്ട് ക്ലബ് ആക്കണം. ജോയിനിങ് ഇപ്പൊ എങ്ങനെയാ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ RCMന്റെ വലിയ അവസരങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. 10-30 ലക്ഷത്തിന്റെ വണ്ടർ വേൾഡ് ചെയ്തുകൊണ്ട് RCM 50 ലക്ഷം വരെ ചെയ്ത ആളുകൾ ചെയ്യുന്നുണ്ട്. 5-6 ലക്ഷം 10 ലക്ഷം വരെ വണ്ടർ വേൾഡ് കിക്ക് ചെയ്യുന്ന ആള്, 2-3 ലക്ഷത്തിന്റെ ഡിസ്പ്ലേ വാൾ എടുത്ത ആളുകൾ RCM ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 10,000ത്തിന്റെ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞ് നമ്മൾ ID ആക്ടിവേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവരാതെ അദ്ദേഹത്തിന് മാക്സിമം പ്രൊഡക്റ്റ് ഉപയോഗിപ്പിക്കാനും 1-2 ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്ന ലെവലിലേക്കുള്ള ജോയിനിങ്ങുകളെ ഈ ഒരു ഫാസ്റ്റ് ആയിട്ട് ഞാൻ നെറ്റ്വർക്കിലെ മറ്റു കമ്പനിയൊക്കെ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത മാർക്കറ്റിനേക്കാളും 10 ഇരട്ടി വിലയുള്ള സാധനങ്ങൾ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് എടുത്തുകൊണ്ടാണ് പല കമ്പനിയും ജോയിനിങ് കൊടുക്കുന്നത്. നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. എന്നാലും ഒരു 10,000 രൂപയുടെ ഉൽപ്പന്നെങ്കിലും RCMൽ എടുത്താലേ ഒരാൾക്ക് RCM എന്തെങ്കിലുമൊക്കെ അറിയൂ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാത്ത ഒരാൾ RCMനെ അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശക്തമായിട്ട് നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഡിഫൈൻ യുവർ ടാർഗറ്റ്. നമ്മൾ ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ള ആളുകളുണ്ട്, പുതിയ ആൾക്കാരുണ്ട്, വലിയ ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ടാർഗറ്റ് തീരുമാനിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാകണം. 1-ാം തീയതി ആയി കഴിയുമ്പോൾ തന്നെ കഴിഞ്ഞ മാസത്തേക്കാൾ ഒരു വളർച്ചാ ടാർഗറ്റ് നമുക്ക് എഴുതി വെക്കണം. ആ ഒരു ഗോൾ സെറ്റ് ചെയ്യണം. TCG പറയുന്നുണ്ട് നമുക്ക് വൈറ്റൽ ലെവലിലെ ആളുകൾ 100%, റോയൽറ്റി 50%, ടെക്നിക്കൽ 25% ഗ്രോത്ത് വേണം. അപ്പൊ കഴിഞ്ഞ മാസത്തെ തന്നെ നില ഞാൻ തുടരുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീമിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണത്. കാരണം ഞാനിപ്പോ ഒരു ഈഗിളാണ്, അല്ലെ ഒരു സ്റ്റാർ ആണ്, എന്റെ 2-3 ഡെപ്ത് താഴെ ഒരു ഓപ്പണറോ ബിഗിനറൊക്കെ ഉണ്ടാവും. അയാൾക്കൊരു വളർച്ച, ഞാൻ ഒരു വലിയ സ്വപ്നം കാണാത്ത, വലിയ ടാർഗറ്റ് എടുക്കാത്ത ഒരു ലീഡർ ഒരു ടീമിന്റെ ബാധ്യതയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മൾ ഗ്രോത്ത് പ്ലാൻ ചെയ്ത് 1-ാം തീയതി തുടങ്ങണം. എന്നാലേ നമ്മളെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പ്ലാനിങ് ഒക്കെ ഒരു ആവേശം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ടാർഗറ്റ് നിലവിലുള്ള നില തുടരാൻ വേണ്ടി ആവരുത്. വൈറ്റൽ ലെവലാണ് 100%, റോയൽറ്റി 50%, 25% ടെക്നിക്കൽ ഗ്രോത്തും പ്ലാൻ ചെയ്ത് തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ബോധ്യം. ഞാൻ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലത്തെ പരിശീലനങ്ങളൊക്കെ കൊടുത്ത് ടീമിന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഓരോ മാസവും വളർച്ച പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ടീമിനകത്തും വളർച്ച ഉണ്ടാവുന്നില്ല. നിങ്ങളെ 3-4 ഡെപ്ത് താഴെ ഒരാൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവാത്ത ഒരു RCM ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ശീലമാക്കി നമ്മൾ മാറ്റണം. പ്രോസ്പെക്ടിങ് ആൻഡ് ലിസ്റ്റ് ബിൽഡിംഗ് ഒരു ശീലമാക്കി മാറ്റണം. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും, ബസ്സില്, ട്രെയിനില്, എവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞാലും പുതിയ ആളുകളെ പരിചയപ്പെടുക, അവരെ ലിസ്റ്റിലേക്ക് ആക്കുക,
ഞാൻ ലാസ്റ്റ് ഒരു ഫോം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ അതിന്റെ കോളങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഗിഫ്റ്റും കൂടി ഏറ്റെടുത്തിട്ട് വേണം നിങ്ങൾ പോകാൻ. നമ്മൾ ടൈമൊന്നും ആയിട്ടില്ലല്ലോ, 9:43 ആയിട്ടുള്ളൂ. 10 മണി വരെ പോകേണ്ട പ്രോഗ്രാം അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ സമയത്തിനുള്ളിൽ തന്നെയാണ് പ്രോഗ്രാം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രോസ്പെക്ടിങ് ആൻഡ് ലിസ്റ്റ് ബിൽഡിംഗ് ഒരു ശീലമാക്കി മാറ്റണം. ഞാൻ വിശ്വസിക്കുന്നു 2026-ലും 27-ലും ഒക്കെ ജോയിൻ ചെയ്യുന്ന ഒരു പുതിയ വ്യക്തിയായിരിക്കും അടുത്ത 4-5 കൊല്ലം മുമ്പ് കൊണ്ട് ഡയമണ്ട് ആവാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ലിസ്റ്റുകൾ ഇനി കൂടുതൽ ശക്തമായിട്ട് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതും പുതിയ ആളുകളെ പരിചയപ്പെടുക എന്നുള്ളതും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു അച്ചീവറായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്റെ നിലവിൽ ബന്ധങ്ങളോ പരിചയങ്ങളോ ഉള്ള ആളുകൾ ആരുമല്ല എന്നെ വലിയ ലെവലിലേക്ക് എത്തിച്ച ഒരു നെറ്റ്വർക്ക് എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. എല്ലാം പുതിയ പരിചയങ്ങളാണ്, പുതിയ ബന്ധങ്ങളാണ്. പല സ്ഥലങ്ങളിൽ പോയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചിലത് പർപ്പസ്ഫുള്ളി തന്നെ ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പുതിയ ബന്ധങ്ങളും പരിചയങ്ങളും നിന്നാണ് ഇന്ന് 5-6 കോടിയൊക്കെ വോളിയം മാസം വരുന്ന ഒരു ടീമിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ദ ആർട്ട് ഓഫ് പ്രോസ്പെക്ടിങ്, പുതിയ ആളെ പരിചയപ്പെടുക എന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റുക, പുതിയ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റുക, ഒരു വിജയിയുടെ ശീലങ്ങളിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ എറിക് വോർ എന്ന് പറയുന്ന ലോകത്തിലൊരു ടോപ്പ് മോസ്റ്റ് ലീഡർഷിപ്പിന്റെ അദ്ദേഹത്തിന്റെ ഒരു 7 പോയിന്റ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. നമുക്കറിയാം, നമ്മൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ലോകത്തിന്റെ സംഭാവനയാണ്. USA, ചൈന, അങ്ങനെ പല രാജ്യങ്ങളും ഇന്ന് ലീഡിംഗ് ഫേസിൽ അതിന് 18% ഒക്കെ ആയിട്ട് USA നിൽക്കുന്നുണ്ട്, 10-17% ചൈനയുണ്ട്. നമുക്ക് 1% നമ്മുടെ രാജ്യം എത്തിയിട്ടില്ല. അതുകൊണ്ട് 100-ലധികം വർഷത്തെ പാരമ്പര്യം ഈ ഇൻഡസ്ട്രിയിൽ ലോക രാജ്യങ്ങൾക്കുണ്ട്. അവിടൊക്കെ അതിന്റെ വലിയ വലിയ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാറൊക്കെ വരുന്ന സമയത്ത് വിദേശത്തൊക്കെയുള്ള പല ഡെറ്റ് ലീഡർഷിപ്പിന്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ച ഒരു വലിയ ലീഡറാണ് എറിക് വോർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാഴ്ചപ്പാടുകൾ അതിനകത്ത്, ഇതിനൊരു പാഷൻ ആക്കി എടുക്കണം, ഇതിനൊരു പ്രൊഫഷൻ ആക്കി എടുക്കണം എന്ന് അദ്ദേഹം പറയുന്നത്, ഒരു ഹോബി ആയിട്ടല്ല എടുക്കേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം എനിക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദ ആർട്ട് ഓഫ് ഇൻവിറ്റേഷനെ പറ്റി പറയുന്നു. ക്രിയേറ്റ് ക്യൂരിയോസിറ്റി, നോട്ട് പ്രഷർ, ഗിവ് ഇൻഫർമേഷൻ, ലെറ്റ് പ്രോസ്പെക്ട്സ് മേക്ക് ഡിസിഷൻ. നമ്മൾ ആളുകളെ പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിക്കൊണ്ട്, നിങ്ങൾക്ക് പുതിയത് കുറച്ച് കിട്ടാനുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു പ്രഷർ കൊടുക്കാതെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പുതിയ കാലത്ത് ഒരു പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രോസ്പെക്ടിങ്, അതുപോലെ തന്നെ പ്രസന്റേഷൻ, ഫോളോ അപ്പ്, ക്ലോസിങ്, ഓൺബോർഡിങ്, ഇവന്റ് പ്രൊമോഷൻ ഒക്കെ ഈ ഒരു ഇൻഡസ്ട്രിയെ മുന്നോട്ട് നയിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഞാൻ നിരന്തരം ഇത്തരത്തിലുള്ള ലോക ലീഡർഷിപ്പിനെയൊക്കെ വായിക്കാറുണ്ട്. കാരണം നമുക്ക് മുന്നേ കടന്നുപോയ രാജ്യങ്ങളിലുള്ള നല്ല സ്റ്റോറീസ് ഒക്കെ RCMനോടൊപ്പം ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ വലിയ മെസ്സേജുകളാണ് അതിനകത്തു നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ ചേർത്ത് ഞാൻ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേ കണക്റ്റഡ് യുവർ അപ്ലൈൻ, ഡൗൺലൈൻ ആൻഡ് ക്രോസ് ലൈൻ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആകാശത്ത് പറക്കുന്ന പട്ടങ്ങളെ നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കാണും, മനോഹരമായ പട്ടങ്ങൾ ഇങ്ങനെ പറക്കും. പക്ഷേ അതിന്റെ ഒരു നൂല് ഒരു കുട്ടിയുടെ ആരെങ്കിലും കൈയുണ്ട്, ഈ നൂല് പൊട്ടുമ്പോൾ ആ പട്ടം പിന്നെ എവിടെയെങ്കിലും പോയി തകർന്നു പോകും. ഈ ബിസിനസ്സിൽ ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത്, കുറച്ചെന്തെങ്കിലുമൊക്കെ ആവുന്ന സമയത്ത് ആളുകൾ ലീഡർഷിപ്പിലായിട്ട് എനിക്കെല്ലാം പഠിച്ചു അറിഞ്ഞു ഇനിയൊരു കോണ്ടാക്ട് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ചെറിയ ന്യൂനപക്ഷങ്ങളെ ഞാൻ കാണാറുണ്ട്. അവിടെ നമ്മൾ എപ്പോഴും നമ്മുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ് അപ്ലൈനായിട്ടും നമ്മുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സായിട്ടും നിരന്തരം കണക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ കഴിഞ്ഞ ദിവസം പയ്യോളിയിൽ ഒരു 10-250 ആളുകൾക്ക് ആഗസ്റ്റ് 8-ാം തീയതി ഒരു ട്രെയിനിങ് നടക്കുമ്പോൾ 7-ാം തീയതി സന്തോഷ് സാറിനോടൊപ്പം കോട്ടയത്ത് ഒരു ട്രെയിനിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്ലൈനോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ബന്ധം, കണക്ഷൻ നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യാണ്. പിറ്റേ ദിവസം രാത്രിയൊക്കെ ട്രെയിനിലൊക്കെ കുറച്ച് ഉറക്കം ഡിസ്റ്റർബ് ഒക്കെ ആയിട്ടാണ് വന്നതെങ്കിലും അപ്പം അതൊരു അപ്ലൈൻ. അതുപോലെ തന്നെ എന്നെ കഴിഞ്ഞ ദിവസം എന്റെ ടീമിൽ ഒരു സ്റ്റാർപ്പുകൾ വിളിക്കുമ്പോൾ പെട്ടെന്ന് റൂബി രഞ്ജിത് സാറിന്റെ ഒരു കോൾ വന്നു. ഞാൻ സ്റ്റാർപ്പുകളിനോട് പറഞ്ഞ കാര്യം, എന്നെ റൂബി വിളിക്കുന്നുണ്ട്, ഞാൻ തിരിച്ചു വിളിക്കാം. ഇതൊരു ക്വാളിറ്റിയാണ്. നമ്മുടെ ഒരു ലീഡർ നമ്മളൊരു കോൾ ചെയ്യുമ്പോൾ, നമ്മളൊരു വലിയ മീറ്റിംഗ് ആണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും എന്റെ അപ്ലൈനിന് ഞാൻ കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ് നാളെ എനിക്ക് ടീമിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ കണക്ഷൻ, പോസിറ്റീവായിട്ടുള്ള ബന്ധങ്ങൾ, ഡൗൺ ലൈൻ, ക്രോസ് ലൈൻ ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും ലവ് ലൈൻ, അവരുമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത്, അത് ഡിസ്കണക്ട് ആവാതിരിക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രോത്തിലേക്ക് പോകാനുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഒരു കോമൺ ആളുകളാണ് എന്നോടൊപ്പം ഉള്ളതെങ്കിലും ഇതിനകത്ത് ഇപ്പൊ നിൽക്കുന്ന ആളുകൾ എനിക്ക് ഉറപ്പാണ് മുന്നോട്ട് കുറച്ച് സ്ലൈഡും കൂടി ഉണ്ട്.
ഇപ്പൊ നിൽക്കുന്ന ആളുകൾ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ പ്രോഗ്രാമിൽ സ്റ്റേ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയുള്ള പോയിന്റുകളാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നോ ദ ആർട്ട് ഓഫ് അപ്രീഷിയേഷൻ. അഭിനന്ദിക്കുക എന്നുള്ള കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ക്രെഡിറ്റുകൾ ആളുകൾക്ക് കൊടുക്കുക, അഭിനന്ദിക്കാൻ പറ്റുക. ഈ ബിസിനസ്സിൽ നമ്മളോടൊപ്പം ആളുകളെ നിർത്തണമെങ്കിൽ അതുകൊണ്ടാണ് റെക്കഗ്നേഷൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വലിയ പ്രാധാന്യം ഉണ്ടാവുന്നത്. റെക്കഗ്നേഷന്റെ ഇവന്റ് ഒക്കെ നമുക്ക് 3 മാസം കൂടുമ്പോഴേ ഉള്ളൂ. പക്ഷെ എല്ലാ ദിവസവും നമുക്ക് ടീമിനെ അഭിനന്ദിക്കാൻ, ഒരു നല്ല പ്രോഗ്രാം കഴിഞ്ഞാൽ അഭിനന്ദിക്കാൻ, അതൊരു ഹാബിറ്റ് ആക്കി മാറ്റണം. അപ്പൊ നിങ്ങളുടെ ഡയറിയിൽ 2 പേരെങ്കിലും ഒരു ദിവസം അഭിനന്ദിക്കണം എന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ, അഭിനന്ദിക്കുക എന്ന് പറയുന്ന ഒരു ശീലമായി നമുക്ക് മാറും. അത് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വാക്ക് പറയാണ്, വി ആർ നോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് ബൈയിങ് പീപ്പിൾ. ആളുകളെ കൂടെ നിർത്തണമെങ്കിൽ അവർക്ക് ശരിയായ ഇന്ധനം കൊടുക്കണം. അഭിനന്ദനം അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് അടിയിൽ ഒരു കാര്യം കാണാം, അപ്രീഷിയേഷൻ പബ്ലിക്കലി, ക്രിറ്റിസിസം പ്രൈവറ്റ്ലി. ചില ആളുകൾക്ക് അഭിനന്ദിക്കുന്ന കല അറിയില്ല. പലപ്പോഴും പ്രൈവറ്റ് ആയിട്ട് ആളുകൾ അഭിനന്ദിച്ചു കളയും. അഭിനന്ദനം അങ്ങനെ കൊടുക്കേണ്ട ഒരു സാധനമല്ല. നിങ്ങൾക്ക് ഒരാളെ അഭിനന്ദിക്കണമെങ്കിൽ അയാളും നിങ്ങളുള്ള പരസ്യമായ സ്ഥലങ്ങളിൽ അഭിനന്ദിക്കണം. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ, വലിയ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് അവിടെ പരസ്യമായിട്ട് അയാളെ പറ്റിയുള്ള വിമർശനങ്ങൾ, ഇംപ്രൂവ്മെന്റ് ഏരിയ മാത്രമാണ് രഹസ്യമായി പറയേണ്ടതെന്ന് നമ്മൾ പറയാം. ചില ആളുകൾ ഇത് ഉൾട്ടാ ചെയ്ത് കളയും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അഭിനന്ദിക്കുന്നത് പരസ്യമായി ചെയ്യുമ്പോൾ അതിനൊരു മധുരമുണ്ട്. ഇപ്പൊ ഓസ്കാർ അവാർഡ് ലോകത്തിലെ വലിയ അവാർഡാണ്. ഒരു ഓസ്കാർ അവാർഡിന്റെ കമ്മിറ്റി നിങ്ങളെ വിളിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടി, ഈ പ്രാവശ്യം ഞങ്ങൾ പരിപാടിയൊന്നുമില്ല, കൊറിയർ അയച്ചു തരാന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷം ഉണ്ടാവുക. ഓസ്കാർ അവാർഡ് കൊറിയർ അയച്ച് രഹസ്യമായിട്ട് നിങ്ങളെ വീട്ടിൽ വന്നുകൊണ്ട് കാര്യമുണ്ടോ? ആ വേദി കിട്ടണ്ടേ? അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ അപ്രീഷിയേഷൻ പബ്ലിക്കലി, ഒരാളെ അഭിനന്ദിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും. വിമർശിക്കാനുള്ള അവസരം നോക്കുകയാണെങ്കിൽ അതും ഇഷ്ടം പോലെ കിട്ടും. അഭിനന്ദിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അഭിനന്ദിച്ച് മടുക്കും. കുറ്റപ്പെടുത്താനും വിമർശിക്കാനാണെങ്കിൽ അത് ചെയ്ത് മടുക്കും. അതുകൊണ്ട് ആർട്ട് ഓഫ് അപ്രീഷിയേഷൻ നമ്മൾ പഠിക്കുക. അതാണ് നിങ്ങളെ ബിസിനസ്സിൽ വലിയ വലിയ ലെവലിലേക്ക് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ പാഷനേറ്റ് ടീം ആൻഡ് നെറ്റ്വർക്ക് ബിൽഡിംഗ് നടത്തണം. എന്റെ തന്നെ ഒരു കോട്ടാണ്. ദൈവത്തിന്റെ എന്താ പറയാ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറെ കാലങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ വാക്കുകൾ വരും. നോക്കൂ, നിങ്ങളുടെ നാവ് തളരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ 10 പേരെ സൃഷ്ടിക്കുക. നിങ്ങളുടെ കാലുകൾ തളരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി നടക്കാൻ 10 പേരെ സൃഷ്ടിക്കുക. ഈ വാക്കുകളിനകത്ത് ഒറ്റ അർത്ഥമേ ഉള്ളൂ. എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്റെ നെറ്റ്വർക്കിന് വേണ്ടി, നാളെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ പോലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീം ബിൽഡിങ്ങിന് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ കുറെ സാധനം വിറ്റോ എന്നുള്ളതൊന്നല്ല ചോദ്യം. എന്റെ ടീമിന്റെ പ്രൊമോഷന് വേണ്ടി, അതിനെ വളർത്തുന്നതിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ചോദ്യം പാഷനേറ്റ് ആയിട്ട് ടീം ബിൽഡിങ്ങും നെറ്റ്വർക്കും ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം. അത് ഒരു പുതിയ വ്യക്തിക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുക, ഒരു വെൽക്കം മീറ്റിംഗിലേക്ക് സംഘടിപ്പിക്കുന്നതാണെങ്കിലും, ഒരാൾക്ക് ഒരു നോളജ് കൊടുക്കുന്ന കാര്യമാണെങ്കിലും, ഒരു സൂം മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരെ കൂടുതൽ നോളജ്ഫുൾ ആക്കുക, ഇതെല്ലാം നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ പാഷൻ, നിങ്ങളെക്കാൾ അറിവും കഴിവുള്ള ആളുകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോഴേ നമ്മൾ ഫ്രീ ആവുള്ളൂ. നമ്മളില്ലെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ ടീം ബിൽഡിംഗ് സ്ട്രോങ് ആയിട്ട് നടക്കണം എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഈ കഴിഞ്ഞ ദിവസം മൂർസാറ് ഇട്ടൊരു 2 ചിങ്ങം 1-ാം തീയതി കേരളത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മൂർസാർ, യുവർ ട്രൂ ഗ്രോത്ത് ബിഗിൻസ് വെൻ യുവർ ടീം ലേൺസ് ടു ഫങ്ഷൻ എഫക്റ്റീവ്ലി ഈവൻ വിതൗട്ട് യു. Don't just be someone who does the work, become a leader who teaches others how to do. അതായത് നിങ്ങളില്ലെങ്കിലും നിങ്ങൾ യഥാർത്ഥ പ്രവർത്തനങ്ങൾ, എനിക്ക് ആ കോട്ട് വന്ന സമയത്ത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്താ, സ്വരൂപ് സാർ ഇവിടെ കാണുകയാണ്. 88 ആളുകൾക്കാണ് സ്വരൂപ് സാറെ പയ്യോളി വെച്ചിട്ട് സ്വന്തം ഇവന്റ് നടത്തിയതിന്റെ പേരിൽ മൊമന്റോ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആഗസ്റ്റ് 8-ാം തീയതി. അതിന് ശേഷം വന്നൊരു പോസ്റ്റ് ആയതുകൊണ്ട് അന്ന് എന്നെ പല ലീഡർമാരും വിളിച്ചു, സാർ ഒരു പ്രോഗ്രാമിന് വരുമോ? 88 പ്രോഗ്രാം ഞാൻ പോകാതെ ചെയ്തു. ഞാൻ പറഞ്ഞത് ഞാൻ വരില്ല, കാരണം ഡ്യൂപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ ഞാൻ തന്നെ പോയി സംസാരിച്ചാൽ നടക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഈ കാര്യം നമ്മൾ നടപ്പിലാക്കി. ഗ്രാമോത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 100-ഉം 200-ഉം പേരെ പങ്കെടുപ്പിച്ച് ഇഷ്ടം പോലെ ആളുകൾ ചെയ്തു. അപ്പൊ അവരെ അഭിനന്ദിച്ചു, മെഡൽ കൊടുത്തു. അപ്പൊ നമ്മളില്ലെങ്കിലും നമ്മളുടെ ടീമിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ നെറ്റ്വർക്കർ ആവുന്നതെന്ന് പറയുന്ന മൂർസാറിന്റെ ആ വാക്ക്, ആപ്തവാക്യം നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥത്തോടു കൂടിയാണ് കേരളത്തിലെ ഗ്രൂപ്പിൽ ആ പോസ്റ്റ് വന്നപ്പോൾ ഞാനിരുന്നത്. അത് വളരെ സന്തോഷം. ഇതെല്ലാവരും പ്രായോഗികമാക്കണം. നമ്മുടെ അസാന്നിധ്യത്തിലും പ്രോഗ്രാമുകൾ നടക്കുന്ന രീതിയിൽ ചില സ്ഥലത്ത് നമ്മളൊന്ന് ആബ്സെന്റ് ആവണം. ആബ്സെന്റ് ആവുന്നത് നെറ്റ്വർക്കിലെ വലിയ വിജയ. ഞാനുണ്ടെങ്കിൽ മാത്രം എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നതിന് പകരം ഞാനില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ലെവലിലേക്ക് നമ്മളൊന്ന് മാറണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംസ്, ഇറ്റ് ഓൾസോ ബ്രീഡ്സ് ലൈക്ക്. ഇംഗ്ലീഷ് ചൊല്ല, പരിചയം ഇഷ്ടം ഉണ്ടാക്കും, അതിപരിചയം പുച്ഛം ഉണ്ടാക്കും. അതുകൊണ്ട്
നമുക്ക് അതൊരു കുറച്ചുകൂടി ലീഡർ ആയാലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ നമ്മളുടെ ഒരു നമുക്ക് കൂടുതൽ ആളുകളെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ലെവലിലേക്ക് ഒന്ന് മാറണം. ഫോളോ അപ്പ് ആണ് ദ കീ ടു സക്സസ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇന്ന് ഈ ബിസിനസ്സിൽ വിജയിച്ച ഏറ്റവും വലിയ ലീഡേഴ്സ് എല്ലാം നിരന്തരമായ ഫോളോ അപ്പിലൂടെ വന്ന ആളുകളാണ്. ഡയമണ്ട് പോലും പറയുന്നുണ്ട് 20 തവണ വിളിച്ചതിന് ശേഷമാണ് ഞാനൊരു മീറ്റിംഗിലേക്ക് പോയത്. അപ്പൊ നമ്മുടെ പ്രസന്റേഷനേക്കാളും ഏത് ക്ലാസ്സുകളെക്കാളും വിലപ്പെട്ടതാണ് ഫോളോ അപ്പ്. അപ്പൊ ഫോളോ അണ്ടിൽ സക്സസ്, വിജയിക്കുന്നവരെ ഫോളോ അപ്പ് ചെയ്യുക, നിരന്തരം ഫോളോ അപ്പ് ചെയ്യുക. ജോയിൻ ചെയ്താലും ഫോളോ അപ്പ് അവസാനിക്കുന്നില്ല, അയാൾ ഒരു ലീഡർ ആവുന്നവരെ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പിൽ ഒരു മാസ്റ്റർ ആവുന്ന ആളുകളാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുന്നത്. നമ്മളൊരു ട്രെയിനിങ് ക്ലാസ്സുകൾക്കൊക്കെ 100-ൽ 10 മാർക്കാണ് നമ്മൾ കൊടുക്കുക, ബാക്കി 90 മാർക്ക് ഫോളോ അപ്പിനാണ്. ഒരു നല്ല പ്ലാൻ കഴിഞ്ഞാൽ ആ പ്ലാനിന് ഡയമണ്ട് വന്ന് ക്ലാസ് എടുത്താലും 10 മാർക്കാണ് കൊടുക്കുക, ബാക്കി ഫോളോ അപ്പിനാണ്. അപ്പൊ ഒരാളുടെ ഗോളിനെ, അയാളുടെ ഡ്രീമിനെ, അയാളുടെ ആവശ്യങ്ങൾ മനസ്സിലായി. അപ്പൊ നമ്മൾ ആളുകൾ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ ചില ആളുകൾ പറയും. അവിടെ ഒരൊറ്റ കാര്യമുള്ളൂ, ഐഡന്റിഫൈ ദ നീഡ് ആൻഡ് സാറ്റിസ്ഫൈങ് ഇറ്റ്. ഒരു വ്യക്തിയുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് അത് സാറ്റിസ്ഫൈ ചെയ്തു കൊടുക്കാൻ പറ്റുമ്പോഴാണ് അയാൾ പ്രവർത്തിക്കുക. എല്ലാവരുടെ ഉള്ളിലും ഉറങ്ങിക്കിടന്ന സ്വപ്നങ്ങളെയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാനും അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം. അയാളുടെ ഗോളിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം, അയാളുടെ സ്വപ്നങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം. ആ വ്യക്തിയോടൊപ്പം തന്നെ അയാളുടെ നാളുകളെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ നല്ലൊരു വിജയത്തിലേക്ക് എത്തും. ഇതാണ് ഞാൻ ലാസ്റ്റ് എല്ലാവർക്കും വെച്ചൊരു കാര്യം. ഇതിനകത്ത് 17 പോയിന്റ് ഉണ്ട്. മൈ ഡെയിലി ഗ്രോത്ത് പ്രോഗ്രസ് റിപ്പോർട്ട്. ഇത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഓൾ കേരള ടെക്നിക്കൽ ഗ്രൂപ്പിൽ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യാം. ഞാൻ ക്രിയേറ്റ് ചെയ്ത കുറച്ചധികം എഫേർട്ട് എടുത്ത് ഒരു വ്യക്തി ഡെയിലി വളരാൻ വേണ്ട 17 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മൈ സെൽഫ് 30 ദിവസം അദ്ദേഹത്തിന് ഇതിനകത്ത് ടിക്ക് ചെയ്ത് പോവാം. അതായത് ഇതൊരു ഗംഭീരമായ ടൂളാണ്, എക്സലന്റ് ടൂളാണ്. ഇതൊരു പേറ്റന്റ് എടുക്കേണ്ട ടൂളാണെന്നാണ് എന്റെ അഭിപ്രായം. അതൊരു ആത്മപ്രശംസയായിട്ടൊന്നും പറയല്ല, അത്രയും സൂപ്പർ ടൂളാണ്, ഭയങ്കര റിസൾട്ട്. അതായത് ഒരു വ്യക്തി RCMൽ പ്രവർത്തിക്കുന്ന വ്യക്തി, ഇപ്പം അതിനകത്ത് ഒന്നാമത്തെ കാര്യം മൈ സെൽഫ് PV ആൻഡ് സെയിൽസ്. അത് ഏതെങ്കിലും ഒരു ദിവസം വന്ന് 5000 PV ചെയ്യാന്ന് മാത്രമല്ല, 1-ാം തീയതി ഒരു 100 PVയോ 2-ാം തീയതി ചെയ്യുക. അപ്പൊ സെയിൽസ് ഒരു ഹാബിറ്റ് ആയിട്ട് നമ്മൾ 30 ദിവസം കൊണ്ടുപോവുക. മൈ ന്യൂ നെയിം ലിസ്റ്റ്, ഒരു മാസം 50 പേരെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ 1-ാം തീയതി 2 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി വേറൊരു ഡയറിയിൽ, 5-ാം തീയതി ഒരു 10 പേരുടെ ഒരാൾ ഉണ്ടാക്കി, അങ്ങനെ ഒരു 50 പേരുടെ ലിസ്റ്റെങ്കിലും 30 ദിവസം കൊണ്ട് ഉണ്ടാക്കി അതിനൊരു ഹാബിറ്റ് ആക്കുക. മൈ ന്യൂ ജോയിനിങ്, ഒരു മാസം ഒരു 10 പേരെങ്കിലും പുതിയത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക. മൈ ആക്റ്റീവ് ഹബിറ്റ് ഗ്രോയിങ് അപ്ലൈൻ കോണ്ടാക്ട്, നിങ്ങളുടെ ഒരു മെന്ററെ, ലീഡറെ കണ്ടെത്തിയിട്ട് ഒരു മാസം ഒരു 15 കോളെങ്കിലും 10-15 കോളെങ്കിലും അപ്ലൈനെ ചെയ്യുക എന്നുള്ളത് ഒരു ശീലമാവണം. ഡൗൺലൈനിൽ ഒരു 10 പേരെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ശീലമാവണം. 1-to-1 ഒരു 20-30 എണ്ണം എടുക്കണം. ഹോം മീറ്റിംഗ് നിങ്ങൾ ഒരു പാർട്ട് ടൈം ആണെങ്കിൽ 30. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് അടയാളപ്പെടുത്താം, 1-ാം തീയതി എത്ര ഹോം മീറ്റിംഗ് ചെയ്തു, 10-ാം തീയതി എത്ര ഹോം മീറ്റിംഗ് ചെയ്തു, നിങ്ങൾക്ക് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ സ്കിൽ അപ്പ് ട്രെയിനിങ്, ഒരു 4-5 ട്രെയിനിങ്ങിലും നിങ്ങളെ മാറ്റാൻ വേണ്ടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. സെൽഫ് വീഡിയോ വോയിസ് റൈറ്റപ്പ്. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചില ആളുകൾ ജനിച്ച് അന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ, ഒരു ലൈക്ക് ഇട്ട് കഴിഞ്ഞ്, ഇപ്പൊ ഞാനിവിടെ ഒരു പ്രോഗ്രാം ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ലീഡർ ചെയ്തു, ഇതിനെപ്പറ്റി ഒരു ചെറിയ എഴുത്തോ ഒരു വോയിസോ പറ്റുമെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ചെയ്യുന്നത്, അല്ലെ ഇത് മറന്നു പോകുന്നതല്ല. ഏത് പ്രോഗ്രാം ആണെങ്കിലും വെൽക്കം മീറ്റിംഗ് ഒരു 5-10 എണ്ണം മാസം ചെയ്യണം. ഡെയിലി റീഡിംഗ് ഒരു 30 മിനിറ്റ് ചെയ്യണം. എക്സസൈസ്, ഹെൽത്ത് ഡെയിലി ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, 2 പേർക്കെങ്കിലും നന്ദി പറയണം. ഫോളോ അപ്പ് ഒരു 10-20 ഉണ്ടെങ്കിലും നമ്മൾ മാസം ചെയ്യണം. പ്രോഡക്റ്റ് ഡെമോ ഒരു 5-10 ചെയ്യണം. സോഷ്യൽ മീഡിയ പോസ്റ്റ്, വാട്സപ്പ് തന്നെ ഉദ്ദേശിച്ചോളൂ. ടീം ട്രെയിനിങ് കണ്ടക്റ്റഡ്, ടീമിന്റെ ട്രെയിനിങ്. ഇങ്ങനെ 17 കാര്യങ്ങൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാ ദിവസവും ചെയ്തുകൊണ്ട്, നമുക്ക് അടയാളപ്പെടുത്തിക്കൊണ്ട്, ഈ 17 കാര്യങ്ങൾ ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ലീഡർ ജനിക്കും. ഒരു ടെക്നിക്കലോ റൂബിയോ ഡയമണ്ടോ ഒക്കെ ജനിക്കുന്നുണ്ടാവും. വിജയിച്ച ആളുകൾ ചെയ്യുന്ന 17 കാര്യങ്ങളാണ്. ഞാൻ ഇതിനകത്ത് നല്ല പഠനം നടത്തിയിട്ടുണ്ട്. 10 വർഷമായിട്ട് എന്നോടൊപ്പം കുഞ്ഞു പിന്നിൽ തുടരുന്ന ആളുകൾ ഇതിനകത്ത് ആദ്യത്തെ 2-3 കാര്യം ചെയ്യും. ചില ആളുകളെ ചേർത്ത് പിന്നെ തിരിഞ്ഞു നോക്കില്ല. അപ്പം ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഗംഭീര ടൂളാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ലീഡറെ സൈൻ വാങ്ങാനുള്ള അവസരമുണ്ട്. നിങ്ങൾ എത്ര പെർസെന്റേജ് വിജയിച്ചു എന്നുള്ളത് കാണാൻ പറ്റും. അപ്പം എനിക്ക് ടെക്നിക്കൽ അച്ചീവേഴ്സ് പേഴ്സണലി, ഇപ്പം എന്റെ ഗ്രൂപ്പ് അല്ലാത്ത ആളുകൾ പേഴ്സണലി ചാറ്റ് ചെയ്താൽ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. അപ്പൊ ഈ പ്രോഗ്രാം പങ്കെടുത്ത ആളുകൾക്ക് ഈ ടൂൾ വേണമെങ്കിൽ നിങ്ങളെ ടെക്നിക്കൽ അച്ചീവറോട് ആവശ്യപ്പെടുക. ഏത് ടെക്നിക്കൽ അച്ചീവർക്കും ഇതിന്റെ കോപ്പി ഞാൻ അയച്ചു കൊടുക്കാം. ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്താൽ വൃത്തി അയക്കണമെന്നില്ല, അപ്പൊ നിങ്ങൾക്ക് കോപ്പി എടുക്കാം. എക്സലന്റ് ആയിട്ടുള്ള മൈ ഡെയിലി ഗ്രോത്ത് പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇത്. നിങ്ങൾക്ക് അടയാളപ്പെടുത്തി പോയി കഴിഞ്ഞാൽ വലിയ വിജയം ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും
ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് എനിക്ക് കമ്പനിയിൽ നിന്ന് ഒരു ലെറ്റർ വന്നു. ഈ ഗ്രോത്ത് ഒക്കെ ഡെയിലി അങ്ങനെ ഡൽഹിയിൽ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ 2-ാം തീയതി റൈസിംഗ് കോർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും കയ്യടികളും ഉണ്ടാവണം. വീണ്ടും കുറച്ചുകൂടി കരുത്തോടു കൂടി ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന അടുത്ത പിൻ ലെവലിന് വേണ്ടിയാ കേട്ടോ. ഇപ്പൊ ഓൾറെഡി റൂബി ആയി കഴിഞ്ഞു. ഇനി അടുത്ത പിൻ ലെവലും ടീമിൽ പുതിയ ആളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഡൽഹിയിൽ നടക്കുന്ന ആദ്യത്തെ ഒരു മനോഹരമായ മീറ്റിംഗിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അച്ചീവ്മെന്റിൽ എത്താൻ പറ്റിയത്. നിങ്ങൾക്കും ഈ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്യൂച്ചർ എന്റെ ഭാവിയിൽ നാളത്തെ ഒരു ആർസിഎം ഞാൻ ഇവിടെ കാണുകയാണ്. 1 ലക്ഷത്തിലധികം പ്രൊഡക്റ്റ് ഉള്ള 100-ലധികം മാളുകൾ, സ്വർണത്തും ഡയമണ്ടൊക്കെ ഉള്ള ഷോറൂമുകൾ, വലിയ കാറുകൾ, ഹെലിപ്പാഡ് ഉള്ള വീടുകൾ, സ്വന്തമായി ഫ്ലൈറ്റ് ഒക്കെ ഉള്ള ഡയറക്ട് സെല്ലേഴ്സ്, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഇവന്റുകളൊക്കെ ആയിട്ടുള്ള അടുത്തൊരു 5-10 വർഷത്തിന് ശേഷമുള്ള ഒരു ആർസിഎമ്മിന്റെ ഫ്യൂച്ചർ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു. നമ്മൾ വന്ന വഴി, ഇപ്പൊ നിൽക്കുന്ന സ്ഥലം, ഇതൊക്കെ നോക്കുന്ന സമയത്ത് അനന്തമായ 1% പോലും ആളുകൾ ഇന്ന് ഇന്ത്യയിൽ ആർസിഎമ്മിൽ വന്നിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ്, ലോകത്തിൽ 6-ൽ ഒരാൾ ഇന്ത്യയിലാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ റിച്ച് ആൻഡ് ഫേമസ് കൺട്രി ആയിട്ട് ഈ രാജ്യം മാറുമ്പോൾ അതിനകത്ത് ഓരോ വ്യക്തിയും വലിയ ലെവലിലേക്ക് എത്തുന്ന വിഷൻ നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണുന്നതും ഒരു ശീലമാക്കി നമുക്ക് എല്ലാവർക്കും മാറ്റണം. തീർച്ചയായിട്ടും എന്റെ പ്രസന്റേഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്വപ്നം കാണുക, ലക്ഷ്യം വെക്കുക, പ്ലാനിങ് ഉണ്ടാക്കുക, ആക്ഷനിലേക്ക് ഇറങ്ങുക. നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താൻ പറ്റും. സ്വപ്നം കണ്ടാ പോരാ, കണ്ട സ്വപ്നം എന്ന് നേടുമെന്ന് ലക്ഷ്യമായിട്ട് എഴുതി വെക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടി പ്ലാനിങ് ഉണ്ടാക്കണം. എന്റെ റൂബി എന്ന് പറയുന്ന പിന്നെ സ്റ്റാർ എമറാൾഡ് ആയ സമയത്ത് ഞാൻ സ്വപ്നം കണ്ടു, മാർച്ച് മാസം റൂബി ആവണം. അതിനുവേണ്ടി മാർച്ച് മാസത്തേക്ക് 1 കോടിയിലധികം പി വി ബീലഗിൽ കൊണ്ടുവരണം. മറ്റേ സൈഡിൽ 1 കോടിയിലധികം വരണം. അതിനുവേണ്ടി 50 പ്രോഗ്രാം ഞാൻ പ്ലാൻ ചെയ്തു. 55-ലധികം പ്രോഗ്രാം ചെയ്തു. ഇന്ന് നിങ്ങളെ മുമ്പിൽ ഒരു റൂബി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്റെ ജീവിതം തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരച്ചു കാണിച്ചത്. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വിളിച്ച കേരളത്തിന്റെ മഹാനായ സഫേർ സിയാർമൂർത്തി സാർ, അതുപോലെ തന്നെ അപ്ലൈൻ സുജി സാർ, മറ്റെല്ലാ ലീഡേഴ്സിനും, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ MC ആയിട്ട് സ്വരൂപ് സാർ, ഏറ്റവും ബഹുമാനത്തോടു കൂടി അപ്ലൈനെയും ലീഡർഷിപ്പിനെയും കാണുന്ന ഒരു MC സ്വരൂപ് സാർ എന്റെ ടീമിലെ ശക്തനായ ഒരു എമറാൾഡ്, സ്റ്റാർ എമറാൾഡിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ലീഡർ MC ആയി വന്നു. വളരെ സന്തോഷം. അതുപോലെ തന്നെ ടീമിൽ ഒരുപാട് ആള്, കേരളത്തിലെ ഏറ്റവും അഭിമാനകരമായി ട്രെയിനിങ്ങും പ്രോഗ്രാം ചെയ്യുന്ന വലിയൊരു ടീം എന്നോടൊപ്പം ഉണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ ലോകത്തിന്റെ തന്നെ ഭാവി മാറ്റിമറിക്കാൻ ആർസിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഏതൊരവസരത്തിലും മറ്റൊരു പരിഗണന ഇല്ലാതെ നിങ്ങൾക്ക് ഞാനായിട്ട് ബന്ധപ്പെടാം. ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചു പോവാം. താങ്ക് യു സോ മച്ച്. ജയ് ആർസിയം. ഗോ ഡയമണ്ട്, ഗോ ഡയമണ്ട്, ഗോ ഡയമണ്ട്. താങ്ക് യു.